അത്താഴത്തിന് ചപ്പാത്തിയും വെജിറ്റബിൾ കുറുമയുമായിരുന്നു ആനന്ദിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവങ്ങളിലൊന്ന്. പക്ഷേ അവന്റെ മുഖത്ത് അതിന്റെ സന്തോഷം പ്രതിഫലിച്ചില്ല. പ്ലേറ്റിലേക്ക് വീണ ചൂടുള്ള ചപ്പാത്തിയിൽ നിന്ന് ആവി പറക്കുന്നുണ്ടായിരുന്നു. അതിനപ്പുറം തീന്മേശയ്ക്ക് കുറുകെയിരിക്കുന്ന ലക്ഷ്മിയുടെ മുഖത്തേക്ക് അവൻ നോക്കിയില്ല. അവന്റെ ലോകം കയ്യിലിരുന്ന മൊബൈൽ ഫോണിന്റെ തണുത്ത ഗ്ലാസ് പ്രതലത്തിലായിരുന്നു. ഇൻസ്റ്റഗ്രാമിലെ വർണ്ണചിത്രങ്ങൾ അവന്റെ വിരൽത്തുമ്പിനടിയിലൂടെ മുകളിലേക്ക് പാഞ്ഞുപോയി. സുഹൃത്തുക്കളുടെ യൂറോപ്പ് യാത്രാവിശേഷങ്ങൾ, സഹപ്രവർത്തകരുടെ പുതിയ കാറിന്റെ പളപളപ്പ്, ബന്ധുക്കളുടെ മക്കളുടെ ബിരുദദാന ചടങ്ങുകൾ. ഓരോ ചിത്രവും അവന്റെ നെഞ്ചിൽ ഭാരം കൂട്ടി. ചപ്പാത്തി ഒരെണ്ണം കൂടിയെടുക്കട്ടെ? ലക്ഷ്മിയുടെ ശബ്ദം ഒരു തടസ്സം പോലെ അവന്റെ ചിന്തകൾക്കിടയിലേക്ക് വന്നു. അവൻ തലയുയർത്താതെ മൂളി, ഇന്നെന്താ ഓഫീസിലൊരു വിഷമം പോലെ? രാവിലെ പോയപ്പോൾ നല്ല മൂഡായിരുന്നല്ലോ. അവൾ വീണ്ടും ചോദിച്ചു. അവളുടെ ശബ്ദത്തിൽ ആത്മാർത്ഥമായ ഒരു വേവലാതിയുണ്ടായിരുന്നു. അവന്റെ മുഖം കനത്തു. ആ ചോദ്യം അവനിലെ മുറിവിൽ തൊട്ടു. ഇന്ന് പ്രകാശിനാണ് ആ പ്രൊമോഷൻ കിട്ടിയത്. 3 വർഷമായി അവൻ പ്രതീക്ഷിച്ചിരുന്ന പ്രോജക്റ്റ് ഹെഡ് സ്ഥാനം. പ്രകാശ് എല്ലാവർക്കും ട്രീറ്റ് കൊടുക്കുന്നതിൻ്റെയും ആഘോഷിക്കുന്നതിൻ്റെയും ചിത്രങ്ങൾ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിറഞ്ഞിരുന്നു. ആരും തന്നെ കുറിച്ചോർക്കാനില്ല. പരാജയപ്പെട്ടവൻ. ആ വാക്ക് അവന്റെ തലയ്ക്കുള്ളിൽ മുഴങ്ങി. ഒന്നുമില്ല, അവൻ കനപ്പിച്ചു പറഞ്ഞു. സംഭാഷണം അവിടെ മുറിച്ചിടാനായിരുന്നു ആ മൂർച്ച. ലക്ഷ്മിക്ക് കാര്യം മനസ്സിലായി. അവൾ പിന്നെ ഒന്നും ചോദിച്ചില്ല. എഴുന്നേറ്റുപോയി ഒരു ചപ്പാത്തി കൂടി അവന്റെ പ്ലേറ്റിലിട്ടു. അവൾക്കറിയാമായിരുന്നു ഓഫീസിലെ എന്തോ കാര്യമാണ് അവന്റെ സന്തോഷം കെടുത്തിയതെന്ന്. പക്ഷേ അവനത് പങ്കുവയ്ക്കാൻ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ നിർബന്ധിക്കുന്നത് കൂടുതൽ ദേഷ്യമുണ്ടാക്കാനേ ഉപകരിക്കൂ. 15 വർഷത്തെ ജീവിതം അവളെ പഠിപ്പിച്ച പാഠങ്ങളിലൊന്നായിരുന്നു അത്. അപ്പോഴാണ് മകൾ അഞ്ജലി അങ്ങോട്ട് വന്നത്. +2 പഠിക്കുന്ന അവൾക്ക് കാര്യങ്ങൾ വേഗത്തിൽ മനസ്സിലാവും. അച്ഛന്റെ മുഖഭാവവും അമ്മയുടെ മൗനവും കണ്ടപ്പോൾ അവൾ ചോദിച്ചു, എന്താ അച്ഛാ, ഇന്നും വേൾഡ് വാർ കഴിഞ്ഞിരിക്കുവാണോ? നീ പോയി പഠിക്കാൻ നോക്ക്, ആനന്ദ് മകളോട് കയർത്തു. ഓ, തുടങ്ങി. അവൾ പിറുപിറുത്തുകൊണ്ട് സ്വന്തം പ്ലേറ്റ് എടുത്ത് മുറിയിലേക്ക് പോയി. ഇളയ മകൻ മനു ഓടി വന്ന് അവന്റെ കഴുത്തിൽ കെട്ടിപ്പിടിച്ചു. അച്ഛാ, നാളെ സ്കൂളിൽ ഫാദേഴ്സ് ഡേ സെലിബ്രേഷനുണ്ട്, അച്ഛൻ വരുവോ? ആ നിഷ്കളങ്കമായ ചോദ്യത്തിനു മുന്നിൽ മാത്രം അവന്റെ മുഖം ചെറുതായൊന്ന് തെളിഞ്ഞു. അവൻ മകനെ ചേർത്തുപിടിച്ച് നെറുകയിൽ ഉമ്മ വെച്ചു. അച്ഛൻ വരാമിട. ഈ ഒരു കാഴ്ച മാത്രമായിരുന്നു ആ വീട്ടിൽ ലക്ഷ്മിയുടെ മനസ്സിന് ആശ്വാസം നൽകിയത്. മറ്റാരോടും സ്നേഹം കാണിച്ചില്ലെങ്കിലും മകനോടുള്ള അവന്റെ വാത്സല്യം അവളെ എപ്പോഴും അത്ഭുതപ്പെടുത്തി. അത്താഴം കഴിഞ്ഞ് എച്ചിൽ പാത്രങ്ങളുമായി ലക്ഷ്മി അടുക്കളയിലേക്ക് പോയപ്പോൾ ആനന്ദ് കൈകഴുകി നേരെ കിടപ്പുമുറിയിലേക്ക് പോയി. വാതിലടയുന്ന ശബ്ദം കേട്ടപ്പോൾ ലക്ഷ്മിയുടെ നെഞ്ചിലൊരു കൊളുത്തിവലിക്കലുണ്ടായി. തന്നിൽ നിന്നവൻ എത്ര ദൂരെയാണ്! ഒരേ വീട്ടിൽ, ഒരേ മുറിയിൽ, 2 അപരിചിതരെപ്പോലെ. മുറിയിലെ തണുപ്പിൽ മൊബൈലിന്റെ വെളിച്ചത്തിലേക്ക് മുഖം പൂഴ്ത്തിയിരിക്കുമ്പോൾ ആനന്ദിന്റെ ഓർമ്മകൾ കോളേജ് കാലത്തേക്ക് പാഞ്ഞു. അന്ന് തനിക്കൊരു പ്രണയമുണ്ടായിരുന്നു, നീലിമ. ആധുനിക ചിന്താഗതികളുള്ള ലോകം കീഴടക്കാൻ നടക്കുന്ന ഒരു പെൺകുട്ടി. യാത്രകളെയും പുസ്തകങ്ങളെയും കുറിച്ച് വാതോരാതെ സംസാരിക്കുന്നവൾ. അവളോടൊപ്പമുള്ള ജീവിതം ഒരു സാഹസിക യാത്ര പോലെയാവുമെന്ന് അവൻ സ്വപ്നം കണ്ടിരുന്നു. പക്ഷേ വീട്ടുകാരുടെ നിർബന്ധവും ജോലിയുടെ അനിശ്ചിതത്വവും അവനെ ഒരു പാവം പെണ്ണിനെ ഭാര്യയാക്കാൻ നിർബന്ധിച്ചു. ലക്ഷ്മി ഒരു നല്ല ഭാര്യയായിരുന്നു, സംശയമില്ല, ഒരു നല്ല അമ്മയും. പക്ഷേ അവൾക്കൊരിക്കലും തന്റെ ലോകത്തേക്ക് വരാൻ കഴിഞ്ഞിരുന്നില്ല. തന്റെ സ്വപ്നങ്ങളുടെ വേഗത അവൾക്കുണ്ടായിരുന്നില്ല. അവന്റെ ചിന്തകൾ ഒരു വാട്സാപ്പ് നോട്ടിഫിക്കേഷനിൽ തടസ്സപ്പെട്ടു. പ്രകാശ് അയച്ചതാണ്. ബ്രോ, സോറി ഐ കുഡ്ന്റ് കോൾ. ഹോപ്പ് യു ആർ ഓക്കെ വിത്ത് ദ ഡിസിഷൻ. ലെറ്റ്സ് ക്യാച്ച് അപ്പ് ടുമോറോ. പരാജയപ്പെട്ടവനോടുള്ള സഹതാപം. ആനന്ദിന് പുച്ഛം തോന്നി. അവൻ ഫോൺ ഓഫാക്കാൻ തുടങ്ങിയപ്പോഴാണ് മെയിലിൽ ഒരു പുതിയ നോട്ടിഫിക്കേഷൻ കണ്ടത്. പ്രോജക്റ്റ് ഫീനിക്സ് കിക്ക് ഓഫ് മീറ്റിംഗ് ഷെഡ്യൂൾഡ്. കമ്പനിയിലെ ഏറ്റവും പുതിയ പ്രോജക്റ്റായിരുന്നു അത്. തന്റെ കഴിവിൽ ബോധ്യമുള്ളതുകൊണ്ട് അതിന്റെ നേതൃത്വം അവനായിരുന്നു പ്രതീക്ഷിച്ചത്. പക്ഷേ പ്രൊമോഷൻ പോയതോടെ അതും നഷ്ടമായി. വെറുതെയാണെന്നറിഞ്ഞിട്ടും അവൻ ആ മെയിൽ തുറന്നു. മീറ്റിംഗിൽ പങ്കെടുക്കുന്നവരുടെ പേരുകൾ ഓരോന്നായി വായിച്ചു. മാനേജർ, മറ്റ് ഡിപ്പാർട്ട്മെന്റ് തലവന്മാർ. പെട്ടെന്ന് ഒരു പേരിൽ അവന്റെ കണ്ണുടക്കി. റിയ മേനോൻ,
ഫ്രീലാൻസ് സ്ട്രാറ്റജി കൺസൾട്ടന്റ്. പേരിനൊപ്പം അവളുടെ പ്രൊഫൈൽ ലിങ്കും കൊടുത്തിരുന്നു. കൗതുകം കൊണ്ട് അവൻ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തു. ലിങ്ക്ഡിൻ പ്രൊഫൈൽ തുറന്നു വന്നു. ചിരിക്കുന്ന മുഖമുള്ള ആത്മവിശ്വാസം തുളുമ്പുന്ന ഒരു യുവതി. അവളുടെ പ്രൊഫൈൽ വിവരങ്ങൾ അവൻ ഒറ്റശ്വാസത്തിൽ വായിച്ചു. IIM ഗ്രാജുവേറ്റ്. മുംബൈയിലും ബാംഗ്ലൂരിലുമുള്ള പല വലിയ കമ്പനികളിലും ജോലി ചെയ്ത പരിചയം. ഇപ്പോൾ ഫ്രീലാൻസ് കൺസൾട്ടന്റായി പ്രവർത്തിക്കുന്നു. യാത്രകളും ഫോട്ടോഗ്രഫിയുമാണ് ഹോബികൾ. അവൻ അവളുടെ ഫോട്ടോയിലേക്ക് ഉറ്റുനോക്കി. ആ കണ്ണുകളിലെ തിളക്കം, ചിരിയിലെ സ്വാതന്ത്ര്യം. താൻ ജീവിതത്തിൽ കൊതിച്ചതെന്തോ ഒന്ന് ആ മുഖത്തുണ്ടായിരുന്നു. ആ പ്രൊഫൈലിൽ നിന്ന് കണ്ണെടുക്കാൻ അവന് കഴിഞ്ഞില്ല. അതേസമയം അടുക്കളയിലെ ജോലികളെല്ലാം തീർത്ത് മക്കൾ ഉറങ്ങിയെന്നുറപ്പുവരുത്തി ലക്ഷ്മി ഹാളിലെ ചെറിയ മേശയ്ക്കരികിലിരുന്നു. അവൾ പഴയൊരു ഡയറി തുറന്നു. അതിലെ താളുകളിൽ ചില കണക്കുകൾ കുറിച്ചു. പിന്നെ ഭർത്താവറിയാതെ വാങ്ങിയ സ്മാർട്ട് ഫോൺ എടുത്ത് വാട്സാപ്പ് തുറന്നു. ലക്ഷ്മീസ് ഹോംലി ബേക്സ് എന്ന ഗ്രൂപ്പിൽ പുതിയ ഓർഡറുകൾ വന്നിട്ടുണ്ടായിരുന്നു. ചേച്ചി, ഇന്നത്തെ പ്ലം കേക്ക് ഗംഭീരമായിരുന്നു. ഒരു മെസ്സേജ് കിടക്കുന്നു. നാളെ 1 കിലോ ബനാന കേക്ക് കൂടി വേണം. അത് വായിച്ചപ്പോൾ അവളുടെ മുഖത്തൊരു പുഞ്ചിരി വിടർന്നു. ആനന്ദിന്റെ ലോകത്ത് താനൊരു പരാജിതയായ വീട്ടമ്മയായിരിക്കാം. പക്ഷേ ഈ ചെറിയ ലോകത്ത് അവൾക്ക് സ്വന്തമായൊരു പേരുണ്ടായിരുന്നു. ഒരു വരുമാനമുണ്ടായിരുന്നു. അവളെ അംഗീകരിക്കുന്ന കുറേ പേരുണ്ടായിരുന്നു. ആരും കാണാത്ത, അവൾ മാത്രം ആസ്വദിക്കുന്ന ഒരു കൊച്ചു സ്വാതന്ത്ര്യം. ഡയറിയും ഫോണും ഭദ്രമായി അലമാരയുടെ ഒരു കോണിൽ ഒളിപ്പിച്ചുവെച്ച് അവൾ കിടപ്പുമുറിയിലേക്ക് നടന്നു. മുറിയിൽ പുറംതിരിഞ്ഞു കിടക്കുന്ന ആനന്ദിന്റെ ശ്വാസം മുട്ടുന്ന നിശബ്ദത അവളെ കാത്തിരുന്നു. അവൾക്കപ്പുറം അവന്റെ മനസ്സിൽ റിയ മേനോൻ എന്ന പേരും ആ ചിരിക്കുന്ന മുഖവും ഒരു പുതിയ പ്രതീക്ഷയുടെ വിത്ത് പാകിയിരുന്നു. ആ വിത്ത് തങ്ങളുടെ ജീവിതത്തെയാകെ മാറ്റിമറിക്കാൻ പോന്ന ഒന്നാണെന്ന് അവൾ അറിഞ്ഞതേയില്ല. പ്രോജക്റ്റ് ഫീനിക്സിന്റെ ആദ്യ മീറ്റിംഗ് ബോർഡ് റൂമിലെ തണുപ്പിൽ ഒരുതരം മരവിപ്പോടെയാണ് ആനന്ദ് പങ്കെടുത്തത്. തോറ്റവന്റെ റോളിൽ ഒരു കാഴ്ചക്കാരനായിരിക്കുക. അവന്റെ ബോസ് രാജീവ് മേനോൻ പ്രോജക്റ്റിന്റെ രൂപരേഖ വിശദീകരിക്കുമ്പോൾ ആനന്ദിന്റെ മനസ്സ് അവിടെയായിരുന്നില്ല. അപ്പോഴാണ് അവൾ ആ മുറിയിലേക്ക് കടന്നു വന്നത്. റിയ മേനോൻ. കറുത്ത നിറത്തിലുള്ള ലിനൻ സാരിയും സ്ലീവ്ലെസ് ബ്ലൗസുമായിരുന്നു വേഷം. മുഖത്ത് അധികം അലങ്കാരങ്ങളില്ല. പക്ഷേ ആ കണ്ണുകൾക്ക് അസാധാരണമായ ഒരു തിളക്കമുണ്ടായിരുന്നു. അവൾ കടന്നു വന്നപ്പോൾ മുറിയിലുണ്ടായിരുന്നവരുടെ ശ്രദ്ധ മുഴുവൻ അവളിലായി. അവൾ ശാന്തമായി എല്ലാവരെയും നോക്കി പുഞ്ചിരിച്ച് രാജീവ് മേനോന്റെ അടുത്തുള്ള കസേരയിലിരുന്നു. അവളുടെ ഓരോ ചലനത്തിലും ആത്മവിശ്വാസം നിറഞ്ഞിരുന്നു. മീറ്റിംഗ് പുരോഗമിക്കുമ്പോൾ പ്രോജക്റ്റിന്റെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയെക്കുറിച്ച് ചർച്ച വന്നു. എല്ലാവരും സ്ഥിരം വഴികളിലൂടെ ചിന്തിച്ചപ്പോൾ റിയ ആദ്യമായി സംസാരിച്ചു. രാജീവ്, ഈ പരമ്പരാഗത മാർക്കറ്റിംഗ് രീതികൾക്കപ്പുറം നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ് യുവാക്കളാണ്. അവരിലേക്ക് എത്താൻ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിൽ, പ്രത്യേകിച്ച് ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം. എന്റെ കയ്യിൽ ചില ഡാറ്റയുണ്ട്. അവൾ ലാപ്ടോപ്പ് തുറന്ന് ചില കണക്കുകളും ഗ്രാഫുകളും സ്ക്രീനിൽ തെളിയിച്ചു. അവളുടെ ശബ്ദത്തിന് ഒരു പ്രത്യേക ഈണമുണ്ടായിരുന്നു. വ്യക്തവും ശക്തവും. അവൾ സംസാരിക്കുമ്പോൾ മറ്റെല്ലാവരും നിശബ്ദരായി അവളെ കേട്ടിരുന്നു. ആനന്ദിന് താൻ മറ്റേതോ ലോകത്തെത്തിയതുപോലെ തോന്നി. വർഷങ്ങളായി തന്റെ കമ്പനിയിലെ പഴഞ്ചൻ ചിന്തകളോടും രീതികളോടും അയാൾക്ക് വെറുപ്പായിരുന്നു. ആ വെറുപ്പിനെയാണ് അവൾ വാക്കുകൾ കൊണ്ട് ഉടയിച്ചത്. മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ എല്ലാവരും അവളെ അഭിനന്ദിക്കാൻ തിടുക്കം കൂട്ടി. ആനന്ദ് ആൾക്കൂട്ടത്തിൽ നിന്ന് മാറി കോഫി മെഷീനരികിലേക്ക് നടന്നു. ഒരു കപ്പ് ബ്ലാക്ക് കോഫി എടുത്ത് തിരിയുമ്പോൾ തൊട്ടുമുന്നിൽ റിയ. ഹായ്, ആനന്ദല്ലേ? പ്രോജക്റ്റിന്റെ ഇനീഷ്യൽ ഡ്രാഫ്റ്റ് ഞാൻ ഇന്നലെ വായിച്ചിരുന്നു. ഗംഭീരമായിട്ടുണ്ട്. ചില ഭാഗങ്ങൾ വളരെ ഇൻസൈറ്റ്ഫുള്ളായിരുന്നു. അവന്റെ ഹൃദയം ഒരു നിമിഷം വേഗത്തിൽ മിടിച്ചു. തന്റെ കഴിവിനെ ഒരാൾ, അതും റിയയെപ്പോലെ ഒരാൾ, അംഗീകരിച്ചിരിക്കുന്നു. പ്രകാശിന് പ്രൊമോഷൻ കിട്ടിയപ്പോൾ മുതൽ ഉള്ളിൽ കനംകെട്ടി നിന്ന അപകർഷതാബോധം ഒരു നിമിഷം അലിഞ്ഞില്ലാതായി. താങ്ക് യു റിയ, നിങ്ങളുടെ പോയിന്റുകളും മികച്ചതായിരുന്നു. കമ്പനിക്കിപ്പോൾ വേണ്ടത് അത്തരം പുതിയ ചിന്തകളാണ്. അവൾ ചിരിച്ചു. ആ നുണക്കുഴി വീണ്ടും തെളിഞ്ഞു. നമുക്ക് ഈ പ്രോജക്റ്റിൽ ഒരുമിച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അത്രയും പറഞ്ഞ് അവൾ നടന്നുപോയി. ആ ഒരു നിമിഷം മതിയായിരുന്നു ആനന്ദിന്. ആ ദിവസം മുഴുവൻ അവന്റെ മനസ്സിൽ വസന്തം വിരിഞ്ഞു.
അന്ന് രാത്രി വീട്ടിലേക്ക് വന്ന ആനന്ദിനെ കണ്ട് ലക്ഷ്മി അത്ഭുതപ്പെട്ടു. മാസങ്ങൾക്ക് ശേഷം അവന്റെ മുഖത്തൊരു പ്രസന്നത. അവൻ മൂളിപ്പാട്ട് പാടിക്കൊണ്ടാണ് അകത്തേക്ക് വന്നത്. ഇന്നെന്താ നല്ല സന്തോഷത്തിലാണല്ലോ? അവൾ പ്രതീക്ഷയോടെ ചോദിച്ചു. ഏയ്, ഒന്നുമില്ല. ഓഫീസിൽ ഒരു നല്ല ദിവസമായിരുന്നു, അവൻ കാര്യമാക്കാതെ പറഞ്ഞു. പക്ഷേ ആ സന്തോഷത്തിന്റെ കാരണം താനുമായി പങ്കുവയ്ക്കാൻ അവൻ തയ്യാറായിരുന്നില്ല. ആ ലോകം അവന്റേതു മാത്രമായിരുന്നു. അടുത്ത ദിവസങ്ങളിൽ ആനന്ദ് മാറുന്നത് ലക്ഷ്മി ശ്രദ്ധിച്ചു. അയാൾ രാവിലെ നേരത്തെ എഴുന്നേൽക്കാൻ തുടങ്ങി. ഷേവ് ചെയ്ത് ഏറ്റവും നല്ല ഷർട്ടുകൾ ഇസ്തിരിയിട്ട് ധരിച്ചു. മുടി ഒതുക്കിവെച്ചു. മുമ്പ് ശ്രദ്ധിക്കാത്ത പല കാര്യങ്ങളിലും അയാൾ ശ്രദ്ധാലുവായി. രാത്രികളിൽ ഫോണിൽ സംസാരിക്കുന്നതിന്റെ ദൈർഘ്യം കൂടി. ചിലപ്പോൾ ബാൽക്കണിയിൽ അങ്ങോട്ടുമിങ്ങോട്ടും നടന്നുകൊണ്ട് ചിരിക്കുന്നതും ആവേശത്തോടെ സംസാരിക്കുന്നതും അവൾ കണ്ടു. ഒരിക്കൽ അഞ്ജലി കളിയായി ചോദിച്ചു, അച്ഛനിപ്പോ ആ ഫോണിലാണ് താമസം. ആരാ അച്ഛ ഈ പുതിയ ഫ്രണ്ട്? ആനന്ദ് ദേഷ്യത്തോടെ അവളെ നോക്കി. അതൊന്നും നിന്റെ വിഷയമല്ല, ഓഫീസ് കാര്യങ്ങളാണ്. എങ്കിലും ലക്ഷ്മിയുടെ ഉള്ളിൽ ഒരു ഭയത്തിന്റെ വിത്ത് മുളച്ചിരുന്നു. ഇത് വെറും ഓഫീസ് കാര്യങ്ങൾ മാത്രമാണോ, അതോ മറ്റെന്തെങ്കിലും? ഒരു ദിവസം അവന്റെ പാൻസ് അലക്കാനിട്ടപ്പോൾ പോക്കറ്റിൽ നിന്നൊരു ബില്ല് കിട്ടി. നഗരത്തിലെ ഏറ്റവും വില കൂടിയ ഒരു കോഫി ഷോപ്പിൽ നിന്ന് 2 പേർക്കുള്ള കോഫിയുടെ ബില്ല്. അവന്റെ ഹൃദയം പിടഞ്ഞു. അവൻ ഒരിക്കലും അത്തരം സ്ഥലങ്ങളിൽ പോകാറില്ല. അവളൊന്നും ചോദിച്ചില്ല. ചോദിച്ചാൽ കിട്ടുന്ന ഉത്തരം ഓഫീസ് കാര്യമാണ് എന്നായിരിക്കുമെന്ന് അവൾക്കറിയാമായിരുന്നു. പകരം അവളുടെ മൗനം കൂടുതൽ ആഴമുള്ളതായി. ഒരു വെള്ളിയാഴ്ച രാത്രി ആനന്ദ് ലാപ്ടോപ്പിൽ ഒരു കോൺഫറൻസ് കോളിലായിരുന്നു. അവന്റെ ശബ്ദം ആവേശത്താൽ ഉയർന്നിരുന്നു. യെസ് റിയ, ദാറ്റ്സ് എ ബ്രില്യന്റ് പോയിന്റ്. വി ക്യാൻ എക്സിക്യൂട്ട് ഇറ്റ് ദാറ്റ് വേ. അവളുടെ പേര് ഒരു സാധാരണ സഹപ്രവർത്തകയുടെ പേര് പറയുന്ന പോലെയല്ല അവൻ ഉച്ചരിച്ചത്. അതിൽ എന്തോ ഒരു അടുപ്പമുണ്ടായിരുന്നു. കോൾ കഴിഞ്ഞയുടൻ ലക്ഷ്മി അരികിലെത്തി പതിയെ ചോദിച്ചു, ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കാൻ മറന്നോ? നാളെയാണ് ലാസ്റ്റ് ഡേറ്റ്. അതുവരെ പ്രസന്നമായിരുന്ന അവന്റെ മുഖം മാറി. ലക്ഷ്മി, ഞാനിപ്പോ ഒരു പ്രധാനപ്പെട്ട കാര്യം സംസാരിച്ചു കഴിഞ്ഞതേയുള്ളൂ. നിനക്കെപ്പോഴും ഈ ഇലക്ട്രിസിറ്റി ബില്ലിന്റെ കാര്യം മാത്രമേ പറയാനുള്ളൂ. കുറച്ചുകൂടി നിലവാരമുള്ള എന്തെങ്കിലും സംസാരിച്ചൂടെ? ആ വാക്കുകൾ ഒരു കരിനാഗത്തെപ്പോലെ അവളുടെ ഹൃദയത്തിൽ കൊത്തി. നിലവാരം. തന്റെ ജീവിതത്തിന്, തന്റെ സംസാരത്തിന് തനിക്ക് തന്നെ ഒരു നിലവാരമില്ലെന്നാണോ അവൻ പറഞ്ഞുവെക്കുന്നത്? അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ ഒന്നും മിണ്ടാതെ തിരിഞ്ഞു നടന്നു. അവളുടെ കണ്ണുനീർ അവൻ കണ്ടില്ല. അവന്റെ മനസ്സ് അടുത്ത മീറ്റിംഗിൽ റിയയോട് അവതരിപ്പിക്കേണ്ട പുതിയ ആശയങ്ങളെക്കുറിച്ചുള്ള ചിന്തയിലായിരുന്നു. ദിവസങ്ങൾ കടന്നുപോയി. പ്രോജക്റ്റ് ഫീനിക്സിൽ ആനന്ദും റിയയും ഒരു മികച്ച ടീമായി മാറി. അവരുടെ ആശയങ്ങൾ മാനേജ്മെന്റ് അംഗീകരിച്ചു. ഒരുമിച്ച് ജോലി ചെയ്ത് അവർ ഒരു വലിയ പ്രസന്റേഷൻ വിജയകരമായി പൂർത്തിയാക്കി. അന്ന് വൈകുന്നേരം ആ വിജയത്തിന്റെ ലഹരിയിൽ ഓഫീസിൽ നിന്നിറങ്ങാൻ നേരം ആനന്ദ് ധൈര്യം സംഭരിച്ച് റിയയോട് ചോദിച്ചു, റിയ, ഈ പ്രോജക്റ്റിന് പുറത്തും ചില ഐഡിയാസ് സംസാരിക്കാനുണ്ട്. നമുക്ക് ഒരു ദിവസം പുറത്തൊന്ന് കോഫി കുടിച്ചാലോ? അവന്റെ നെഞ്ച് പെരുമ്പറ കൊട്ടുന്നുണ്ടായിരുന്നു. അവൾ നിരസിച്ചാൽ അതൊരു വലിയ നാണക്കേടാവും. റിയ ഒരു നിമിഷം അവനെ നോക്കി. ആ നോട്ടത്തിന്റെ അർത്ഥം അവന് മനസ്സിലായില്ല. പിന്നെ അവളുടെ മുഖത്ത് ആ പതിവ് പുഞ്ചിരി വിടർന്നു. വൈ നോട്ട് അനന്ത്, ഗുഡ് ഐഡിയ. അവൾ കയ്യിലുള്ള കാറിന്റെ കീ ഒന്ന് കറക്കിക്കൊണ്ട് പറഞ്ഞു, ഈ വീക്കെൻഡിൽ വിളിക്കൂ. അവൾ ലിഫ്റ്റിൽ കയറി അപ്രത്യക്ഷയാകുന്നത് അവൻ നോക്കി നിന്നു. അടഞ്ഞുകിടന്ന ഒരു വാതിൽ തനിക്ക് മുന്നിൽ തുറന്നതുപോലെ അവന് തോന്നി. ആ വാതിലിനപ്പുറം പുതിയൊരു ലോകം അവനെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അന്ന് രാത്രി വീട്ടിലെത്തിയപ്പോൾ ലക്ഷ്മി പതിവ് പോലെ അവനുവേണ്ടി ഭക്ഷണവുമായി കാത്തിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അവൻ അവളെ കണ്ടില്ല. അവന്റെ ചിന്തകളിൽ വരാനിരിക്കുന്ന വാരാന്ത്യത്തിലെ കാപ്പിക്കൊപ്പമുള്ള സംഭാഷണങ്ങളായിരുന്നു. ആ സംഭാഷണങ്ങൾ തന്റെ ജീവിതം മാറ്റിയെഴുതാൻ പോവുകയാണെന്ന് അവൻ ഉറച്ചു വിശ്വസിച്ചു. ആ ശനിയാഴ്ച പുലർന്നത് ആനന്ദിന്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ പ്രഭാതങ്ങളിലൊന്നായിരുന്നു. അലാറം അടിക്കുന്നതിനു മുൻപേ അവൻ ഉണർന്നു. ജനലിലൂടെ വരുന്ന വെയിലിന് പോലും അന്നെന്തോ ഒരു പ്രത്യേക ഭംഗിയുള്ളതുപോലെ. ഷേവ് ചെയ്യുമ്പോൾ കണ്ണാടിയിലെ സ്വന്തം പ്രതിബിംബത്തെ നോക്കി അവൻ ചിന്തിച്ചു, എത്ര കാലമായി ഇങ്ങനെ സന്തോഷത്തോടെ ഒരുങ്ങിയിട്ട്. അലമാര തുറന്ന് അവൻ വസ്ത്രങ്ങൾ തിരഞ്ഞു. സാധാരണ വാരാന്ത്യങ്ങളിൽ ധരിക്കുന്ന പഴയ ടീഷർട്ടുകൾ അവൻ അവഗണിച്ചു.
വില കൂടിയ ബ്രാൻഡഡ് ഷർട്ടുകളുടെ കൂട്ടത്തിൽ നിന്ന് നേർത്ത നീല നിറമുള്ള ഒരു ലിനൻ ഷർട്ട് പുറത്തെടുത്തു. ഇന്നെന്താ രാവിലെ തന്നെ ഒരുങ്ങി പുറപ്പാട്? എങ്ങോട്ടാ? അടുക്കളയിൽ നിന്ന് വന്ന ലക്ഷ്മി ചോദിച്ചു. അവളുടെ ശബ്ദത്തിൽ സംശയത്തിന്റെ നേർത്ത നിഴലുണ്ടായിരുന്നു. അത് ഞാനൊന്ന് സുരേഷിനെ കാണാൻ പോകുക. എന്റെ കോളേജ് ഫ്രണ്ടിലെ കുറേ കാലമായി വിളിക്കുന്നു. അവൻ കണ്ണിൽ നോക്കാതെ പറഞ്ഞു. ആദ്യമായിട്ടായിരുന്നു അവളോട് ഇങ്ങനെയൊരു കള്ളം പറയുന്നത്. അവന്റെ നെഞ്ചിൽ ചെറിയൊരു ഭാരം തോന്നി. പക്ഷേ റിയയെ കാണാനുള്ള ആവേശം ആ കുറ്റബോധത്തെ മായ്ച്ചു കളഞ്ഞു. ഓ, സുരേഷ് ഇപ്പൊ നാട്ടിലുണ്ടോ? കണ്ടിട്ട് സംസാരിച്ചൊന്ന് പറയണം. അവൾ കൂടുതൽ ചോദ്യങ്ങളിലേക്ക് പോയില്ല. അവന്റെ വെപ്രാളം അവൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. കാറിന്റെ താക്കോലെടുക്കുമ്പോൾ ചെറുതായി വിറച്ച അവന്റെ കൈകൾ അവളുടെ കണ്ണിൽ പതിഞ്ഞു. ഒന്നും പറയാതെ അവൾ അവനൊരു പുഞ്ചിരി നൽകാൻ ശ്രമിച്ചു. പക്ഷെ അത് മുഖത്ത് പടർന്നില്ല. നഗരത്തിലെ ഏറ്റവും പുതിയ കഫേയായിരുന്നു അത്. ദ ഗ്ലാസ് ഹൗസ്. ചില്ലുകൂടുകൾ പോലെ തോന്നിക്കുന്ന അതിന്റെ ഉൾവശം ആധുനികതയുടെ പ്രതീകമായിരുന്നു. അവിടേക്ക് ലക്ഷ്മിയുമായി വരാൻ ആനന്ദ് ഒരിക്കലും ചിന്തിക്കില്ല. ഇത് റിയയുടെ ലോകമാണ്, അവൻ്റേതാകാൻ കൊതിക്കുന്ന ലോകം. അവൻ ചെല്ലുമ്പോൾ റിയ അവിടെയുണ്ടായിരുന്നു. ഒരു വെളുത്ത ടോപ്പും ജീൻസുമായിരുന്നു വേഷം. മുടി അലസമായി അഴിച്ചിട്ടിരുന്നു. അവനെ കണ്ടപ്പോൾ അവൾ പുഞ്ചിരിച്ചു. ഹായ് ആനന്ദ്, കറക്റ്റ് ടൈമാണല്ലോ. സംഭാഷണം തുടങ്ങിയത് പ്രോജക്റ്റിനെക്കുറിച്ച് തന്നെയായിരുന്നു. പക്ഷെ പതിയെ റിയ അത് വ്യക്തിപരമായ തലത്തിലേക്ക് കൊണ്ടുവന്നു. ആനന്ദ്, നിങ്ങളുടെ ആശയങ്ങൾക്കെല്ലാം ഒരു പ്രത്യേക ആഴമുണ്ട്. പക്ഷേ ഓഫീസിൽ നിങ്ങൾ എപ്പോഴും അല്പം ഒതുങ്ങിക്കൂടിയാണ് ഇരിക്കുന്നതെന്ന് തോന്നിയിട്ടുണ്ട്. എന്തെങ്കിലും സമ്മർദ്ദത്തിലാണോ? അവളുടെ ആ ചോദ്യം ഒരു താക്കോൽ പോലെയായിരുന്നു. അവന്റെ ഉള്ളിൽ അടച്ചുവെച്ച എല്ലാ വാതിലുകളും അവൾക്ക് മുന്നിൽ തുറന്നു. അവൻ സംസാരിച്ചു തുടങ്ങി. തന്റെ ജോലിയോടുള്ള അതൃപ്തി, സ്വപ്നങ്ങൾ നഷ്ടപ്പെട്ടതിലെ നിരാശ, ജീവിതം ഒരു ചതുപ്പിൽ പെട്ടുപോയെന്ന തോന്നൽ. അവനെല്ലാം പറഞ്ഞു, ഒരു കുമ്പസാരക്കൂട്ടിലെന്ന പോലെ. റിയ ശ്രദ്ധയോടെ എല്ലാം കേട്ടിരുന്നു. അവൾ അവനെ വിധിച്ചില്ല, കുറ്റപ്പെടുത്തിയില്ല. പകരം അവളുടെ കണ്ണുകളിൽ അവനോട് സഹതാപം നിറഞ്ഞു. എനിക്കിത് മനസ്സിലാവും ആനന്ദ്. ചിലപ്പോൾ നമ്മൾ ഏറ്റവും സുരക്ഷിതമെന്ന് കരുതുന്ന ഇടങ്ങളായിരിക്കും നമ്മളെ ഏറ്റവും കൂടുതൽ ശ്വാസം മുട്ടിക്കുന്നത്. അവന്റെ ഹൃദയത്തിലൂടെ ഒരു മിന്നൽ പാഞ്ഞുപോയി. തന്നെ ഇത്രയധികം മനസ്സിലാക്കിയ ഒരാൾ. ലക്ഷ്മിക്കൊരിക്കലും ഇതിന് കഴിഞ്ഞിട്ടില്ല. അവൾക്ക് തന്റെ ലോകം മനസ്സിലാവില്ല. സംസാരത്തിനിടയിൽ പഞ്ചസാര പാത്രമെടുക്കാൻ ശ്രമിച്ചപ്പോൾ അവന്റെ കൈ അവളുടെ കൈയിൽ ചെറുതായൊന്നുരസി. ആ സ്പർശനത്തിൽ അവന്റെ ശരീരം വിറകൊണ്ടു. അതൊരു സാധാരണ സ്പർശനമായിരുന്നില്ല. വിലക്കപ്പെട്ട കനിയിലേക്കുള്ള ആദ്യത്തെ കാൽവെപ്പായിരുന്നു അത്. 2 മണിക്കൂറുകൾ 2 നിമിഷങ്ങൾ പോലെ കടന്നുപോയി. ഇറ്റ് വാസ് ഗുഡ് ടോക്കിംഗ് ടു യു ആനന്ദ്. ഐ മീൻ റിയലി ടോക്കിംഗ്. കഫയിൽ നിന്നിറങ്ങുമ്പോൾ അവൾ പറഞ്ഞു. ആ വാക്കുകളിലെ ഊന്നൽ വ്യക്തമായിരുന്നു. എനിക്കും, അവൻ മന്ത്രിച്ചു. തിരികെ കാറോടിക്കുമ്പോൾ ആനന്ദിന്റെ സിരകളിൽ സന്തോഷം പ്രവഹിക്കുകയായിരുന്നു. അവൻ റേഡിയോ ഓൺ ചെയ്ത് പാട്ടുകൾക്ക് ഉച്ചത്തിൽ കൂടെ പാടി. ഇടയ്ക്ക് ഫോണെടുത്ത് നോക്കി. ലക്ഷ്മിയുടെ 4 മിസ്ഡ് കോളുകൾ. അവൻ അതവഗണിച്ചു. ഈ സന്തോഷം കെടുത്താൻ ഒന്നിനെയും അനുവദിക്കില്ലെന്ന് അവൻ തീരുമാനിച്ചു. വീട്ടിലെത്തുമ്പോൾ രാത്രിയായിരുന്നു. ഹാളിലെ വെളിച്ചമണഞ്ഞ് അടുക്കളയിൽ മാത്രം ഒരു ബൾബ് പ്രകാശിക്കുന്നുണ്ടായിരുന്നു. ലക്ഷ്മി അവിടെ അവനെയും കാത്തിരിപ്പുണ്ടായിരുന്നു. അവളുടെ മുഖം വിളറിയിരുന്നു. നിങ്ങൾ എവിടെയായിരുന്നു ഇത്ര നേരം? ഞാൻ വിളിച്ചിട്ട് ഫോണെടുക്കുന്നുമില്ലല്ലോ. അവളുടെ ശബ്ദം ഇടറിയിരുന്നു. അവന്റെ സന്തോഷം ഒരു നിമിഷം കൊണ്ട് ദേഷ്യത്തിന് വഴിമാറി. ഈ ചോദ്യം ചെയ്യൽ അവന് സഹിക്കാനായില്ല. ഞാൻ എൻ്റെ കൂട്ടുകാരൻ്റെ കൂടെയായിരുന്നു എന്ന് രാവിലെ പറഞ്ഞതല്ലേ? അവിടെയിരിക്കുമ്പോൾ ഫോണെടുക്കാൻ പറ്റിയില്ല. അതിനെന്തിനാ ഇങ്ങനെ ബഹളം വെക്കുന്നത്? എനിക്ക് കുറച്ച് സ്വകാര്യത തന്നൂടെ? എപ്പോഴും ഇങ്ങനെ ചോദ്യം ചെയ്ത് ശ്വാസം മുട്ടിക്കണോ? അവൻ ഉപയോഗിച്ച വാക്കുകൾ ശ്വാസം മുട്ടിക്കുക എന്നത് ലക്ഷ്മിയുടെ നെഞ്ചിൽ തറച്ചു. വർഷങ്ങളായി അവൻ ഉള്ളിൽ കൊണ്ടു നടന്ന ഭാരം മുഴുവൻ ആ വാക്കിലുണ്ടായിരുന്നു. അവൾ തർക്കിച്ചില്ല, കരഞ്ഞുമില്ല. പക്ഷേ അവളുടെ നോട്ടം അവനൊരിക്കലും മറക്കാൻ കഴിയാത്തതായിരുന്നു. അതിൽ വേദനയും നിരാശയും പിന്നെ താൻ തോറ്റുകൊടുക്കില്ലെന്ന നിശ്ചയദാർഢ്യവും കലർന്നിരുന്നു. അവൻ അവളെ മറികടന്ന് മുറിയിലേക്ക് പോയി വാതിലടച്ചു. അവന്റെ ദേഷ്യം പെട്ടെന്ന് തണുത്തു. ചെറിയൊരു കുറ്റബോധം തോന്നി. പക്ഷേ അത് ന്യായീകരിക്കാൻ അവന്റെ മനസ്സ് വെമ്പൽ കൊണ്ടു. അവളാണ് എന്നെക്കൊണ്ടിത് പറയിച്ചത്, അവൻ സ്വയം പറഞ്ഞു. ഫോണെടുത്ത് റിയക്ക് മെസ്സേജ് അയച്ചു. ഹാഡ് എ ഗ്രേറ്റ് ടൈം ടുഡേ. വി ഷുഡ് ഡു ദിസ് അഗെയിൻ സൂൺ. മറുപടി ഉടൻ വന്നു.
ഒരു പുഞ്ചിരിക്കുന്ന സ്മൈലി, മീറ്റു ചിരിക്കുന്ന മുഖം. ആ മറുപടിയിൽ അവന്റെ എല്ലാ കുറ്റബോധവും അലിഞ്ഞില്ലാതായി. അവൻ പുതിയ ലോകത്തിന്റെ ലഹരിയിൽ മുഴുകി. അപ്പുറത്ത് അടുക്കളയിലെ അരണ്ട വെളിച്ചത്തിൽ ലക്ഷ്മി ഒറ്റയ്ക്ക് നിന്നു. ഭിത്തിയിൽ തൂക്കിയിരുന്ന അവരുടെ വിവാഹ ഫോട്ടോയിലേക്ക് അവൾ നോക്കി. അതിൽ ചിരിക്കുന്ന രണ്ടുപേർ. ആ ചിരി എത്രയോ അകലെയാണിപ്പോൾ. ഭയമല്ല, തണുത്തുറഞ്ഞ ഒരുതരം മരവിപ്പായിരുന്നു അവളുടെ ഉള്ളിൽ. ഒരു കൊടുങ്കാറ്റിന് മുൻപുള്ള ശാന്തത. അവൾക്കുറപ്പായിരുന്നു, താൻ തന്നെ സ്നേഹിച്ചുവെന്ന് വിശ്വസിച്ച ആ മനുഷ്യൻ തന്നിൽ നിന്ന് ഒരുപാട് ദൂരം യാത്രയായിരിക്കുന്നുവെന്ന്. അവളുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീർ താഴെ വീണു ചിതറി. അതൊരു തുടക്കമായിരുന്നു. മുറിവേറ്റ ഒരു പെണ്ണിന്റെ നിശബ്ദമായ പോരാട്ടത്തിന്റെ തുടക്കം. ആ ശനിയാഴ്ചയ്ക്ക് ശേഷമുള്ള പ്രഭാതങ്ങൾക്ക് ശ്മശാനത്തിലെ നിശബ്ദതയായിരുന്നു. ആനന്ദും ലക്ഷ്മിയും പരസ്പരം സംസാരിച്ചില്ല. ആവശ്യത്തിന് മാത്രമുള്ള ഒന്നോ രണ്ടോ വാക്കുകളിൽ അവരുടെ സംഭാഷണങ്ങൾ ഒതുങ്ങി. അഞ്ജലിക്ക് ആ മൗനം അസഹനീയമായിരുന്നു. പ്രഭാത ഭക്ഷണം കഴിക്കുമ്പോൾ അവൾ ചോദിച്ചു, "ഇവിടെന്താ ആർക്കും നാവില്ലേ? അതോ ഞാൻ സ്കൂളിൽ പോയി കഴിഞ്ഞാണോ സംസാരം?" "മിണ്ടാതെ കഴിക്ക്," ആനന്ദ് ഗൗരവത്തിൽ പറഞ്ഞു. ലക്ഷ്മി ഒന്നും പറഞ്ഞില്ല. അവളുടെ ശ്രദ്ധ മുഴുവൻ മനുവിന്റെ പാത്രത്തിലായിരുന്നു. ഈ വീട്ടിലെ മൗനം ആനന്ദിന് ഒരു തരത്തിൽ ആശ്വാസമായിരുന്നു. ചോദ്യങ്ങളില്ല, ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലുകളില്ല. എന്നാൽ അവന്റെ ഫോൺ എപ്പോഴും സജീവമായിരുന്നു. റിയയുടെ സന്ദേശങ്ങൾ ഒരു പുഴ പോലെ അതിലേക്കൊഴുകിയെത്തി. അവർ പ്രോജക്റ്റിനെക്കുറിച്ച് സംസാരിച്ചു, സിനിമകളെക്കുറിച്ച് തർക്കിച്ചു, കേട്ട പാട്ടുകൾ പങ്കുവച്ചു. "ഇന്ന് ലഞ്ചിനെന്തായിരുന്നു?" എന്ന് റിയ ചോദിക്കുമ്പോൾ ലക്ഷ്മി ഉണ്ടാക്കിയ സാമ്പാറിനെക്കുറിച്ച് പറയാൻ അവൻ മടിച്ചു. പകരം പുറത്തുനിന്ന് കഴിച്ചു എന്ന് കള്ളം പറഞ്ഞു. അവന്റെ ജീവിതം 2 തുരുത്തുകളായി വിഭജിക്കപ്പെടുകയായിരുന്നു. ഒന്നിൽ ലക്ഷ്മിയും മക്കളുമുള്ള യാഥാർത്ഥ്യം, മറ്റൊന്നിൽ റിയയോടൊപ്പമുള്ള സ്വപ്നലോകം. ഒരു ദിവസം സംസാരിക്കുന്നതിനിടയിൽ റിയ പറഞ്ഞു, "വയനാട്ടിൽ ഒരു ഫോട്ടോഗ്രാഫി വർക്ക്ഷോപ്പുണ്ട്. 2 ദിവസത്തെയാണ്. പോകാൻ വലിയ ആഗ്രഹമുണ്ട്. പക്ഷെ ഫീസ് കുറച്ച് കൂടുതലാണ്." ആനന്ദിന് മറ്റൊന്നും ചിന്തിക്കാനുണ്ടായിരുന്നില്ല. "ഫീസിന്റെ കാര്യം ഞാൻ ഏറ്റു. നമുക്ക് ഒരുമിച്ച് പോകാം. അതൊരു ചേഞ്ചാകും." അവളെ സന്തോഷിപ്പിക്കാനുള്ള ആവേശം അവനെ മറ്റൊരു കള്ളം പറയാൻ പ്രേരിപ്പിച്ചു. അന്ന് വൈകുന്നേരം അവൻ ലക്ഷ്മിയോട് പറഞ്ഞു, "കാറിന് ചെറിയൊരു എഞ്ചിൻ പണിയുണ്ട്. വർക്ക്ഷോപ്പിൽ കാണിച്ചു. കുറച്ചു വലിയൊരു തുകയാകും." അവരുടെ ജോയിന്റ് അക്കൗണ്ടിൽ നിന്ന് വലിയൊരു തുക പിൻവലിക്കുമ്പോൾ അവന്റെ കൈകൾ വിറച്ചില്ല. ലക്ഷ്യമാർഗത്തെ സാധൂകരിക്കുമെന്ന് അവൻ സ്വയം വിശ്വസിപ്പിച്ചു. ലക്ഷ്മി ഒന്നും ചോദിച്ചില്ല. അവൾ അവന്റെ വാക്കുകൾ കേട്ട് തലയാട്ടി. പക്ഷേ അവളുടെ കണ്ണുകൾ അവന്റെ മുഖത്ത് പരതുന്നത് അവൻ കണ്ടില്ല. ഭർത്താവിന്റെ മാറ്റങ്ങൾ ലക്ഷ്മിയെ മറ്റൊരു തരത്തിലാണ് ചിന്തിപ്പിച്ചത്. അവൾ കൂടുതൽ നിശബ്ദയായി, പക്ഷേ കൂടുതൽ ശ്രദ്ധാലുവായി. ഒരു ദിവസം ഉച്ചയ്ക്ക് ആരുമില്ലാത്തപ്പോൾ അവൾ അടുത്തുള്ള ഒരു ചെറിയ ബാങ്കിൽ പോയി. തന്റെ കേക്ക് ബിസിനസ്സിൽ നിന്ന് കിട്ടിയ കുറച്ച് പണം കൊണ്ട് അവൾ സ്വന്തമായി ഒരു അക്കൗണ്ട് തുടങ്ങി. അത് ചെറിയൊരു തുകയായിരുന്നു, പക്ഷേ അവൾക്ക് അത് നൽകിയ ആത്മവിശ്വാസം വളരെ വലുതായിരുന്നു. താൻ തനിച്ചല്ല, തനിക്ക് സ്വന്തമായി എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന ഒരു ഉറപ്പ്. അവൾ ഓൺലൈനായി അവരുടെ ജോയിന്റ് അക്കൗണ്ടിന്റെ സ്റ്റേറ്റ്മെന്റ് പരിശോധിച്ചു. ആനന്ദ് പറഞ്ഞതിലും വലിയൊരു തുകയാണ് പിൻവലിച്ചിരിക്കുന്നത്. കാറിന്റെ വർക്ക്ഷോപ്പിൽ നിന്ന് കിട്ടിയ പഴയൊരു ബില്ലെടുത്ത് അവൾ അങ്ങോട്ട് വിളിച്ചു നോക്കി. കാറിന് ഈയിടെയായി ഒരു കുഴപ്പവുമില്ലെന്ന് അവർ പറഞ്ഞു. അവളുടെ ഹൃദയം തണുത്തുറഞ്ഞു. അവൻ കള്ളം പറയുകയാണ്. ഓരോ ദിവസവും പുതിയ കള്ളങ്ങൾ. എന്തിനുവേണ്ടി? അവളുടെ മനസ്സിൽ ഉത്തരം വ്യക്തമായിരുന്നു, പക്ഷേ അത് സമ്മതിക്കാൻ അവൾ തയ്യാറായിരുന്നില്ല. അവന്റെ പിറന്നാളടുത്തു. എല്ലാ പിണക്കങ്ങളും മറന്ന് അവനൊരു സന്തോഷം നൽകണമെന്ന് അവൾ തീരുമാനിച്ചു. ഒരുപക്ഷേ പഴയ സ്നേഹം തിരികെ കൊണ്ടുവരാൻ ഇതൊരു കാരണമായേക്കാം. വയനാട്ടിലെ വർക്ക്ഷോപ്പിന്റെ ദിവസം വന്നു. ആനന്ദ് ബാംഗ്ലൂരിലേക്ക് 2 ദിവസത്തെ കോൺഫറൻസിന് പോകുന്നു എന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്നിറങ്ങിയത്. അവൻ പോയിക്കഴിഞ്ഞപ്പോൾ ലക്ഷ്മി തന്റെ പദ്ധതി തയ്യാറാക്കി. അവൾ മക്കളെയും കൂട്ടി അവനൊരു സർപ്രൈസായി ബാംഗ്ലൂരിലേക്ക് പോകാൻ തീരുമാനിച്ചു. അവന്റെ പിറന്നാൾ അവിടെ ഒരുമിച്ച് ആഘോഷിക്കാം. അവൾ ട്രെയിൻ ടിക്കറ്റുകൾ ബുക്ക് ചെയ്തു. ചെറിയൊരു ബാഗ് പാക്ക് ചെയ്തു. മക്കളും വലിയ ആവേശത്തിലായിരുന്നു. "അച്ഛൻ ഞെട്ടിപ്പോകും അല്ലേ അമ്മേ?" മനു ചോദിച്ചു. അവൾ ചിരിച്ചു. "അതേടാ, അച്ഛൻ ഞെട്ടും." ട്രെയിൻ പുറപ്പെടാൻ 1 മണിക്കൂർ മാത്രം ബാക്കിയുള്ളപ്പോൾ റെയിൽവേ സ്റ്റേഷനിലെ തിരക്കിലിരുന്ന് അവൾ ആനന്ദിനെ വിളിച്ചു. "ഹലോ ആനന്ദേട്ടാ,
പറയൂ ലക്ഷ്മി, ഞാനൊരു മീറ്റിംഗിലാണ്. അവന്റെ ശബ്ദത്തിൽ വെപ്രാളമുണ്ടായിരുന്നു. ഒരു സന്തോഷവാർത്തയുണ്ട്. ഞങ്ങൾ നിങ്ങൾക്കൊരു സർപ്രൈസ് തരാൻ ബാംഗ്ലൂരിലേക്ക് വരുന്നു. ട്രെയിൻ 1 മണിക്കൂറിനുള്ളിൽ പുറപ്പെടും. നാളെ രാവിലെ അവിടെ എത്തും. പിറന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം. ഫോണിന്റെ മറുതലയ്ക്കൽ ഒരു നിമിഷത്തെ നിശബ്ദത. പിന്നെ പരിഭ്രമം നിറഞ്ഞ ശബ്ദത്തിൽ അവൻ പറഞ്ഞു, അയ്യോ വേണ്ട ലക്ഷ്മി, ഇപ്പോൾ വരരുത്. അതെന്താ? അവളുടെ നെഞ്ചിൽ ഒരു ആന്തലുണ്ടായി. അത് പിന്നെ മീറ്റിംഗിന്റെ സ്ഥലം പെട്ടെന്ന് മാറ്റി. ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് മൈസൂരിലേക്ക് പോകുവാണ്. ഒരു റിമോട്ട് സൈറ്റിലേക്കാണ്. അവിടെ ഫാമിലിക്ക് താമസിക്കാൻ സൗകര്യമൊന്നുമില്ല. അവൻ വാക്കുകൾക്കായി പരതുന്നത് അവൾക്ക് വ്യക്തമായി കേൾക്കാമായിരുന്നു. അതൊന്നും സാരമില്ല, ഞങ്ങൾ ബാംഗ്ലൂർ വരെ വരാം. നിങ്ങളെ കണ്ടിട്ട് തിരിച്ചു പോയിക്കോളാം. അവൾ വിട്ടുകൊടുത്തില്ല. വേണ്ട ലക്ഷ്മി, പ്ലീസ്, എൻ്റെ കൂടെ ബോസൊക്കെയുണ്ട്. ഇത് ശരിയാവില്ല. നിങ്ങൾ യാത്ര ക്യാൻസൽ ചെയ്യേ. ഞാൻ വന്നിട്ട് കാണാമല്ലോ. അവൻ്റെ ശബ്ദം ദയനീയമായി. അവൾ ഫോൺ കട്ട് ചെയ്തു. അവളുടെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. അവൻ്റെ കള്ളങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി. ബോസ് കൂടെയുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഫാമിലി വന്നുകൂടാ? മീറ്റിംഗ് അവസാന നിമിഷം എങ്ങനെ മാറി? എല്ലാം പുകമറയാണ്. എന്താ അമ്മേ? അച്ഛനെന്താ പറഞ്ഞേ? അഞ്ജലി ചോദിച്ചു. അവൾ മക്കളെ നോക്കി. അവരുടെ പ്രതീക്ഷ നിറഞ്ഞ മുഖങ്ങൾ. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അച്ഛന് തിരക്കാണ് മോളെ. നമുക്ക് തിരിച്ചു പോകാം. മക്കളുടെ മുഖത്തെ സന്തോഷം മായുന്നത് അവൾ വേദനയോടെ കണ്ടു. സ്റ്റേഷനിലെ തണുത്ത പ്ലാറ്റ്ഫോമിലിരുന്ന് അവൾ ബുക്ക് ചെയ്ത ടിക്കറ്റുകൾ ക്യാൻസൽ ചെയ്തു. ഓരോ അക്കങ്ങളും ഡിലീറ്റ് ചെയ്യുമ്പോൾ അവൾ മായ്ച്ചു കളഞ്ഞത് ടിക്കറ്റുകൾ മാത്രമായിരുന്നില്ല, അവളുടെ ഹൃദയത്തിൽ അവശേഷിച്ച അവസാനത്തെ വിശ്വാസത്തിന്റെ കണിക കൂടിയായിരുന്നു. അതേസമയം 100 കണക്കിന് കിലോമീറ്ററുകൾക്കപ്പുറം വയനാട്ടിലെ ഒരു റിസോർട്ടിലെ ബാൽക്കണിയിൽ റിയയോടൊപ്പം ഇരിക്കുകയായിരുന്നു ആനന്ദ്. ചുറ്റും മഞ്ഞും തണുപ്പും. പക്ഷേ ലക്ഷ്മിയുടെ ഫോൺ കോൾ അവന്റെ ഉള്ളിൽ ഒരു അഗ്നിപർവ്വതം സൃഷ്ടിച്ചിരുന്നു. അവൻ പിടിക്കപ്പെടുമെന്ന് ഒരു നിമിഷം ഭയന്നു. എവറിത്തിങ് ഓക്കെ അനന്ത്? അവന്റെ മുഖത്തെ വെപ്രാളം കണ്ട് റിയ ചോദിച്ചു. ജസ്റ്റ് സം വർക്ക് പ്രഷർ. അവൻ കള്ളം പറഞ്ഞു. അവൻ കൊതിച്ച സ്വാതന്ത്ര്യം ഇപ്പോൾ കള്ളങ്ങളുടെ ഒരു വലിയ കോട്ടയായി അവനെ തന്നെ ബന്ധിച്ചിരുന്നു. ആ കോട്ടയ്ക്കുള്ളിൽ അവൻ ശ്വാസം മുട്ടാൻ തുടങ്ങി. അപ്പുറത്ത് സ്വന്തം വീട്ടിലിരുന്ന് ലക്ഷ്മി ആദ്യമായി ആഴത്തിൽ ശ്വാസമെടുക്കുകയായിരുന്നു. ഭയത്തിന്റെ മൂടൽമഞ്ഞ് മാറിയപ്പോൾ മുന്നിലെ വഴി അവൾക്ക് വ്യക്തമായി കാണാമായിരുന്നു. അത് പോരാട്ടത്തിന്റെ വഴിയായിരുന്നു. വയനാടൻ യാത്ര കഴിഞ്ഞെത്തിയ ആനന്ദിനെ വീട്ടിൽ വരവേറ്റത് ഒരുതരം അപരിചിതമായ ശാന്തതയായിരുന്നു. ലക്ഷ്മി അവനോട് ദേഷ്യപ്പെട്ടില്ല, ചോദ്യങ്ങൾ കൊണ്ട് വീർപ്പുമുട്ടിച്ചില്ല. അവൾ കൊണ്ടുവന്ന സമ്മാനപ്പൊതികൾ വാങ്ങി നിർവികാരമായ ഒരു പുഞ്ചിരിയോടെ താങ്ക്സ് എന്ന് പറഞ്ഞു. വീട് വൃത്തിയായിരുന്നു. ഭക്ഷണം മേശപ്പുറത്ത് തയ്യാറായിരുന്നു. പക്ഷേ ആ വീടിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടതുപോലെ. ലക്ഷ്മിയുടെ പെരുമാറ്റം ഒരു ഹോട്ടൽ ജീവനക്കാരിയുടേതുപോലെ മര്യാദയുള്ളതും എന്നാൽ കൃത്യമായ അകലം പാലിക്കുന്നതുമായിരുന്നു. അവളുടെ ആ മൗനം മുൻപത്തെ വഴക്കുകളേക്കാൾ ഭയാനകമായി അവന് തോന്നി. അവൾ തന്നിൽ നിന്ന് മാനസികമായി അകന്നുപോയിരിക്കുന്നു എന്ന് അവൻ തിരിച്ചറിഞ്ഞു. ഈ വീർപ്പുമുട്ടലിൽ നിന്നുള്ള ഒളിച്ചോട്ടമായിരുന്നു അവന് റിയയുമായുള്ള ബന്ധം. എന്നാൽ ആ ലോകത്തും കാര്യങ്ങൾ അത്ര സുഖകരമായിരുന്നില്ല. പ്രോജക്റ്റ് ഫീനിക്സിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രസന്റേഷനിൽ ആനന്ദിന് കാര്യമായി ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. അവന്റെ ചിന്തകൾ തലേദിവസം റിയയുമായി നടന്ന സംഭാഷണത്തെക്കുറിച്ചായിരുന്നു. ഫലമോ അവന്റെ അവതരണം പാളിപ്പോയി. പ്രധാനപ്പെട്ട ചില കണക്കുകൾ അവൻ തെറ്റായി പറഞ്ഞു. മീറ്റിംഗ് കഴിഞ്ഞ് അവന്റെ ബോസ് രാജീവ് മേനോൻ അവനെ റൂമിലേക്ക് വിളിപ്പിച്ചു. ആനന്ദ്, എന്താണ് നിനക്ക് പറ്റിയത്? ഈയിടെയായി നിന്റെ ശ്രദ്ധ തീരെയില്ല. ഈ പ്രോജക്റ്റ് നമ്മുടെ കമ്പനിക്ക് എത്ര പ്രധാനപ്പെട്ടതാണെന്ന് അറിയാമല്ലോ. ഗെറ്റ് യുവർ ആക്ട് ടുഗെദർ. ആദ്യമായി താൻ കെട്ടിപ്പൊക്കിയ ലോകം ഇടിഞ്ഞു വീഴാൻ തുടങ്ങിയെന്ന് അവന് ഭയം തോന്നി. അതേസമയം റിയയുടെ ആവശ്യങ്ങൾ വർദ്ധിക്കുകയായിരുന്നു. ഒരു പുതിയ ഫോൺ, ഒരു വാരാന്ത്യത്തിൽ ഗോവയിലേക്ക് പോകാനുള്ള ആഗ്രഹം. അവളുടെ ഓരോ ആഗ്രഹങ്ങളും നിറവേറ്റിക്കൊടുക്കേണ്ടത് തന്റെ ഉത്തരവാദിത്തമാണെന്ന് അവൻ വിശ്വസിച്ചു. അതിനായി അവൻ ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിച്ചു. പേഴ്സണൽ ലോണിനെക്കുറിച്ച് അന്വേഷിച്ചു. കള്ളങ്ങളുടെയും കടങ്ങളുടെയും ഒരു വലയിൽ അവൻ സ്വയം കുരുങ്ങുകയായിരുന്നു. ഒരു ദിവസം റിയയുടെ ഫ്ളാറ്റിലിരിക്കുമ്പോൾ അവളുടെ ഫോണിൽ തുടർച്ചയായി മെസ്സേജുകൾ വന്നു.
അവൻ സംശയത്തോടെ നോക്കിയപ്പോൾ അവൾ ഫോൺ വേഗം മറച്ചു പിടിച്ചു. ആരാണത്? അവൻ ചോദിച്ചു. അതൊക്കെ നിനക്കെന്തിനാ? അവളുടെ മുഖം കടുത്തു. അല്ല, ഞാനറിയുന്നതിൽ എന്താ തെറ്റ്? അവന്റെ ശബ്ദത്തിൽ ഒരുതരം ഉടമസ്ഥതാബോധം കലർന്നിരുന്നു. ഓ, തുടങ്ങി. ഇതാണ് എനിക്ക് വെറുപ്പ്. നീ എന്തിനാ ഒരു ഭർത്താവിനെ പോലെ പെരുമാറുന്നത്? ഞാൻ ആദ്യമേ പറഞ്ഞതാണ് എന്റെ വ്യക്തിപരമായ കാര്യങ്ങളിൽ ഇടപെടരുതെന്ന്. അവൾ ഭർത്താവ് എന്ന വാക്ക് ഒരു പരിഹാസം പോലെ ഉപയോഗിച്ചത് അവന്റെ ഹൃദയത്തിൽ കൊണ്ടു. താൻ വെറുത്തിരുന്ന അതേ ചോദ്യം ചെയ്യലുകളും സംശയങ്ങളും ഇപ്പോൾ താൻ തന്നെ മറ്റൊരാളോട് കാണിക്കുന്നു. ഈ തിരിച്ചറിവ് അവനെ കൂടുതൽ നിസ്സഹായനാക്കി. ആനന്ദ് തകരുമ്പോൾ ലക്ഷ്മി ഉണരുകയായിരുന്നു. അവൾ തന്റെ വേദനയെയും ദേഷ്യത്തെയും ഊർജമാക്കി മാറ്റി. അവളുടെ ബേക്കിംഗ് ബിസിനസ് പതിയെ വളർന്നു. അടുത്തുള്ള ഓഫീസുകളിൽ നിന്നും ചെറിയ പരിപാടികളിൽ നിന്നുമെല്ലാം അവൾക്ക് ഓർഡറുകൾ കിട്ടിത്തുടങ്ങി. അവൾ അയൽക്കാരിയായ ഒരു സ്ത്രീയെ, സുധയെ, സഹായത്തിനായി കൂട്ടി. പകൽ സമയങ്ങളിൽ ആനന്ദ് ഓഫീസിൽ പോകുമ്പോൾ അവരുടെ വീടിന്റെ അടുക്കള ഒരു ചെറിയ ബേക്കറിയായി മാറി. കേക്കിന്റെയും വാനില എസൻസിന്റെയും ഗന്ധം ആ വീട്ടിൽ പുതിയൊരു ജീവിതത്തിന്റെ സുഗന്ധം നിറച്ചു. സുധ അവൾക്ക് നല്ലൊരു സുഹൃത്തും വഴികാട്ടിയുമായി. ലക്ഷ്മി, നീ എന്തിനാ ഇങ്ങനെയൊരു ജീവിതം സഹിക്കുന്നത്? നിനക്ക് സ്വന്തമായി ഒരു വരുമാനമുണ്ട്. ധൈര്യമായി ഒരു തീരുമാനമെടുത്തുകൂടെ? ലക്ഷ്മി പുഞ്ചിരിക്കുക മാത്രം ചെയ്തു. അവളുടെ മനസ്സിൽ ചില തിട്ടങ്ങൾ രൂപപ്പെടുകയായിരുന്നു. അതിന് സമയമായിട്ടില്ല. ആനന്ദിന്റെ കള്ളങ്ങൾക്കുള്ള തെളിവുകൾ അവൾക്ക് മുന്നിൽ ഒന്നൊന്നായി വെളിപ്പെട്ടു. അവന്റെ മുറി വൃത്തിയാക്കുന്നതിനിടയിൽ ഒരു പുസ്തകത്തിനുള്ളിൽ നിന്ന് അവൾക്കൊരു ബില്ല് കിട്ടി. വയനാട്ടിലെ ഒരു ലക്ഷറി റിസോർട്ടിൽ നിന്നുള്ളതായിരുന്നു അത്. അവൻ ബാംഗ്ലൂർ കോൺഫറൻസിന് പോയ അതേ തീയതികൾ. അവളുടെ കൈകൾ വിറച്ചില്ല, ഹൃദയമിടിപ്പ് ഉയർന്നില്ല. അവൾ ആ ബില്ലെടുത്ത് ഭദ്രമായി തന്റെ ബാഗിൽ വെച്ചു. അതൊരു കടലാസ് കഷണം മാത്രമായിരുന്നില്ല, അതവളുടെ ആയുധമായിരുന്നു. അവന്റെ കള്ളങ്ങൾ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത് മകൾ അഞ്ജലിയെയായിരുന്നു. അവൾ അച്ഛനിലെ മാറ്റങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അമ്മയുടെ കണ്ണുകളിലെ മാഞ്ഞുപോയ തിളക്കം അവൾ കാണുന്നുണ്ടായിരുന്നു. ഒരു ഞായറാഴ്ച ആനന്ദ് പുറത്തേക്ക് പോകാനൊരുങ്ങുമ്പോൾ അഞ്ജലി അവന്റെ മുന്നിൽ വന്നു നിന്നു. അച്ഛനെങ്ങോട്ടാ? ഒരു ഫ്രണ്ടിനെ കാണാൻ. റിയ ആന്റിയെ കാണാനാണോ? ആ ചോദ്യം കേട്ട് ആനന്ദ് ഞെട്ടിത്തരിച്ചു നിന്നു. നിനക്കെങ്ങനെയറിയാം? എനിക്കെല്ലാം അറിയാം അച്ഛാ. അച്ഛന്റെ ഫോണിലെ മെസ്സേജുകൾ ഞാൻ കണ്ടിരുന്നു. അമ്മയോട് കള്ളം പറയുന്നത് ഞാൻ കേട്ടിരുന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അച്ഛനമ്മയെ എന്തിനാ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത്? ഞങ്ങളോട് എന്തിനാ കള്ളം പറയുന്നത്? പണ്ടത്തെ നമ്മുടെ സന്തോഷമുള്ള വീട് എവിടെ പോയി? സ്വന്തം മകളുടെ മുന്നിൽ ഉത്തരം മുട്ടി നിൽക്കേണ്ടി വന്ന നിമിഷം ആനന്ദിന് ഭൂമി പിളർന്ന് താഴേക്ക് പോകുന്നതുപോലെ തോന്നി. അവന്റെ എല്ലാ ന്യായീകരണങ്ങളും ആ 17-കാരിയുടെ കണ്ണുനീരിനു മുന്നിൽ അലിഞ്ഞില്ലാതായി. അവൻ ഒന്നും മിണ്ടാതെ മുറിയിലേക്ക് പോയി. അന്ന് ആദ്യമായി റിയയെ കാണാനുള്ള അവന്റെ ആവേശം കെട്ടുപോയിരുന്നു. ലക്ഷ്മി ആ ബില്ലെടുത്ത് തന്റെ പേഴ്സിൽ വെക്കുമ്പോൾ അവളുടെ മനസ്സ് ശാന്തമായിരുന്നു. ഇനി എന്തു ചെയ്യണം എന്നതിനെക്കുറിച്ച് അവൾക്ക് വ്യക്തമായ ഒരു ധാരണയുണ്ടായിരുന്നു. കണ്ണുനീരിന്റെയും സഹനത്തിന്റെയും നാളുകൾ കഴിഞ്ഞിരിക്കുന്നു. ഇനി കണക്ക് ചോദിക്കാനുള്ള സമയമാണ്. അവൾ ഫോണെടുത്ത് ഒരു നമ്പർ ഡയൽ ചെയ്തു. അത് സുധയുടെ ഭർത്താവും നഗരത്തിലെ അറിയപ്പെടുന്ന ഒരു വക്കീലുമായിരുന്ന അഡ്വക്കേറ്റ് പ്രഭാകരന്റേതായിരുന്നു. ഹലോ പ്രഭാകരേട്ടാ, എനിക്കൊന്ന് കാണണമായിരുന്നു. അവളുടെ ശബ്ദത്തിൽ വിറയലുണ്ടായിരുന്നില്ല. പകരം ഒരു പുതിയ യാത്ര തുടങ്ങുന്നവളുടെ നിശ്ചയദാർഢ്യമായിരുന്നു. അഡ്വക്കേറ്റ് പ്രഭാകരന്റെ ഓഫീസ് ശാന്തമായിരുന്നു. നിയമപുസ്തകങ്ങൾ അടുക്കിവെച്ച അലമാരകളും ഭിത്തിയിലെ പഴയ ചിത്രങ്ങളും ആ മുറിക്ക് ഒരുതരം ഗൗരവം നൽകി. ലക്ഷ്മി ഒട്ടും പതറാതെ താൻ കൊണ്ടുവന്ന ഫയൽ അദ്ദേഹത്തിനു മുന്നിൽ തുറന്നുവെച്ചു. അവൾ സംസാരിച്ചു തുടങ്ങിയപ്പോൾ പ്രഭാകരൻ അത്ഭുതത്തോടെ അവളെ നോക്കി. കരച്ചിലോ പരിഭവങ്ങളോ ഇല്ല. പകരം കാര്യങ്ങൾ കൃത്യമായി അവതരിപ്പിക്കുന്ന ഒരു സ്ത്രീ. വയനാട്ടിലെ റിസോർട്ടിൽ നിന്നുള്ള ബില്ല്, അക്കൗണ്ടിൽ നിന്ന് പിൻവലിച്ച തുകയുടെ സ്റ്റേറ്റ്മെന്റ്, ആനന്ദ് പറഞ്ഞ കള്ളങ്ങളുടെ തീയതികൾ. അവളെല്ലാം ഒരു ഡയറിയിൽ കുറിച്ചു വെച്ചിരുന്നു. എനിക്ക് വിവാഹമോചനം വേണമെന്നില്ല പ്രഭാകരേട്ട, അവൾ പറഞ്ഞു. പക്ഷെ എനിക്കും എന്റെ മക്കൾക്കും ഒരു സുരക്ഷിതത്വം വേണം. അയാളുടെ ഈ പോക്ക് അപകടത്തിലേക്കാണ്. കുടുംബത്തിന്റെ സമ്പാദ്യം മുഴുവൻ നശിക്കും മുൻപ് എനിക്കെന്തെങ്കിലും ചെയ്യണം. പ്രഭാകരൻ അവളെ അഭിനന്ദിച്ചു. ലക്ഷ്മി കാണിച്ച ഈ ധൈര്യം വളരെ വലുതാണ്. നമ്മൾ നിയമപരമായി മുന്നോട്ടു പോകും. തൽക്കാലം വൈകാരികമായി ഒരു തീരുമാനവും എടുക്കരുത്.
ഒരു ഏറ്റുമുട്ടലിന് പോവുകയുമരുത്. അയാളറിയാതെ നമുക്ക് കാര്യങ്ങൾ നീക്കാം. അവിടെ നിന്നിറങ്ങുമ്പോൾ ലക്ഷ്മിയുടെ മനസ്സ് ശാന്തമായിരുന്നു. താൻ ഒറ്റയ്ക്കല്ല, നിയമം തനിക്കൊപ്പമുണ്ട്. അതേസമയം ആനന്ദിന്റെ ലോകം കൂടുതൽ സങ്കീർണമാവുകയായിരുന്നു. മകൾ അഞ്ജലിയുടെ ചോദ്യങ്ങൾ അവന്റെ ഉള്ളിൽ ഒരു നീറ്റലായി പടർന്നു. വീട്ടിലെ ഇളിതുറ്റ അന്തരീക്ഷം അവനെ ശ്വാസം മുട്ടിച്ചു. ഇതിൽ നിന്നെല്ലാമുള്ള രക്ഷ റിയ മാത്രമാണെന്ന് അവൻ ഉറച്ചു വിശ്വസിച്ചു. അവളുടെ ഫ്ളാറ്റിലെത്തുമ്പോൾ താൻ മറ്റൊരാളാകുന്നു, എല്ലാ പ്രശ്നങ്ങളും മറക്കുന്ന സന്തോഷവാനായ കാമുകൻ. പക്ഷേ ആ വിശ്വാസത്തിന്റെ കടക്കിലാണ് അടുത്ത അടി വീണത്. അവന്റെ സംശയങ്ങൾ അവനെ ഒരു ഭ്രാന്തനെ പോലെയാക്കിയിരുന്നു. റിയയുടെ ഫോണിൽ കണ്ട വീരേഷ് എന്ന പേര് അവന്റെ ഉറക്കം കെടുത്തി. ആരാണവൻ? അവൾ തന്നെ വഞ്ചിക്കുകയാണോ? അറിയണം. ഒരു ദിവസം ഉച്ചയ്ക്ക് ഓഫീസിൽ നിന്ന് തലവേദനയാണെന്ന് കള്ളം പറഞ്ഞ് അവൻ നേരത്തെ ഇറങ്ങി. നേരെ പോയത് റിയയുടെ ഫ്ളാറ്റിലേക്കായിരുന്നു. അവൾ ഈ സമയത്ത് ക്ലാസ്സിൽ പോകാതെ ഫ്ളാറ്റിലുണ്ടാവുമോ എന്നൊന്നും അവൻ ചിന്തിച്ചില്ല. സംശയത്തിന്റെ തിരമാലകൾ അവന്റെ യുക്തിയെ മുക്കിക്കളഞ്ഞിരുന്നു. 12B ഫ്ളാറ്റിന്റെ കോളിംഗ് ബെല്ലിൽ അവൻ വിരലമർത്തി. അകത്തുനിന്ന് അനക്കമൊന്നുമില്ല. അവൻ വീണ്ടും ബെല്ലടിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ വാതിൽ മെല്ലെ തുറന്നു. വാതിൽ തുറന്നത് റിയയായിരുന്നില്ല. ഏകദേശം 30 വയസ്സ് തോന്നിക്കുന്ന നല്ല ഉയരവും ശരീരപുഷ്ടിയുമുള്ള ഒരു ചെറുപ്പക്കാരൻ. ഷർട്ടിട്ടിരുന്നില്ല, ഒരു ടവല് മാത്രം അരയിൽ ചുറ്റിയിരുന്നു. അവന്റെ മുടി നനഞ്ഞിരുന്നു. ആനന്ദിനെ കണ്ടപ്പോൾ അവന്റെ മുഖത്ത് ഒരുതരം പുച്ഛം കലർന്ന ചിരി വിടർന്നു. ആരാ? അവൻ ധാർഷ്ട്യത്തോടെ ചോദിച്ചു. ആനന്ദിന് വാക്കുകൾ കിട്ടിയില്ല. അവന്റെ കണ്ണുകൾ അകത്തേക്ക് പാഞ്ഞു. അപ്പോൾ ഒരു നൈറ്റ് ഡ്രസ്സിൽ റിയ മുറിയിൽ നിന്ന് പുറത്തേക്ക് വന്നു. അവളുടെ മുടിയും അലസമായിരുന്നു. ആനന്ദിനെ അവിടെ കണ്ടപ്പോൾ അവളുടെ മുഖം വിളറി വെളുത്തു. ആനന്ദ്, നീ എന്താ ഇവിടെ? അവന്റെ തലയ്ക്കുള്ളിൽ അതുവരെ അടക്കിപ്പിടിച്ചതെല്ലാം പൊട്ടിത്തെറിച്ചു. അപ്പോൾ ഇതാണല്ലേ നിന്റെ ക്ലാസ്? ഇതാണല്ലേ നിന്റെ സ്വാതന്ത്ര്യം? മൈൻഡ് യുവർ വേർഡ്സ് ആനന്ദ്. റിയയുടെ ശബ്ദം കടുത്തു. പിന്നെ ഞാൻ എന്തു വേണം? എന്റെ ജീവിതം നശിപ്പിച്ചിട്ട് നീ ഇവിടെ വേറൊരാളോടൊപ്പം സുഖിക്കുകയാണോ? ആരാണിവൻ? അവൻ അകത്തേക്ക് വന്ന ചെറുപ്പക്കാരന് നേരെ വിരൽ ചൂണ്ടി. അതുവരെ പുച്ഛത്തോടെ നോക്കി നിന്ന ആ ചെറുപ്പക്കാരൻ ചിരിച്ചു. ഡ്യൂഡ്, ജസ്റ്റ് ലീവ്. ദിസ് ഈസ് ബിറ്റ്വീൻ യു ആൻഡ് ഹർ. അവൻ റിയയെ നോക്കി കണ്ണിറുക്കിയിട്ട് അകത്തെ മുറിയിലേക്ക് പോയി. ആനന്ദ് റിയക്ക് നേരെ തിരിഞ്ഞു. ചതിയെത്തി. നീയും എന്നെ വഞ്ചിക്കുകയായിരുന്നല്ലേ? അതുവരെ പിടിച്ചുനിന്ന റിയയുടെ നിയന്ത്രണം വിട്ടു. അവളുടെ വലതുകൈ ആനന്ദിന്റെ കവിളിൽ ആഞ്ഞടിച്ചു. ചതിയനോ? അതാരാണെന്ന് നിങ്ങൾ സ്വയം ചോദിക്ക്. അവൾ അഗ്നി പോലെ ജ്വലിച്ചു. ഞാൻ ആർക്കാണ് വാക്കുകൊടുത്തത്? ആരുടെ താലിയാണ് എന്റെ കഴുത്തിലുള്ളത്? ഞാൻ എന്റെ ജീവിതമാണ് ജീവിക്കുന്നത്. പക്ഷെ നിങ്ങളെ ദൈവത്തെപ്പോലെ കാണുന്ന ഒരു പാവം സ്ത്രീയില്ലേ നാട്ടിൽ? നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പ്രസവിച്ച് നിങ്ങൾക്കായി മാത്രം ജീവിക്കുന്ന ഒരുവൾ. അവളെ ചതിച്ചിട്ട് സുഖം തേടി വന്ന നിങ്ങളാണോ എന്നെ ചതിയെത്തിയെന്ന് വിളിക്കുന്നത്? നിങ്ങൾക്ക് എന്നെ ചോദ്യം ചെയ്യാൻ എന്ത് യോഗ്യതയാണുള്ളത്? ഇറങ്ങിപ്പോകൂ എന്റെ മുന്നിൽ നിന്ന്. ഗെറ്റ് ഔട്ട്! അവൾ അലറി. ഓരോ വാക്കും ഒരു വെടിയുണ്ട പോലെ അവന്റെ നെഞ്ചിൽ തറച്ചു. അവന്റെ ലോകം അവിടെ അവസാനിച്ചു. കാലിനടിയിലെ മണ്ണ് ഒലിച്ചുപോയിരുന്നു. റിയയുടെ ഫ്ളാറ്റിൽ നിന്ന് പുറത്തിറങ്ങി ലിഫ്റ്റിൽ കയറുമ്പോൾ അവൻ ഒരു ജീവച്ഛവം പോലെയായിരുന്നു. താൻ കെട്ടിപ്പൊക്കിയ സ്വപ്നലോകം ഒരു ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീണിരിക്കുന്നു. അവൻ തെരുവിലൂടെ ലക്ഷ്യമില്ലാതെ നടന്നു. എങ്ങോട്ട് പോകണം? വീട്ടിലേക്കോ? ഏതു മുഖത്തോടെ താൻ ലക്ഷ്മിയെയും മക്കളെയും കാണും? റിയയുടെ അടുത്തേക്ക് ഇനി ഒരു മടക്കമില്ല. അന്ന് ആദ്യമായി ആനന്ദ് ആ നഗരത്തിൽ പൂർണ്ണമായും ഒറ്റപ്പെട്ടുപോയി. മണിക്കൂറുകളോളം അവൻ നഗരത്തിലെ തിരക്കേറിയ തെരുവുകളിലൂടെ അലഞ്ഞു. വാഹനങ്ങളുടെ ശബ്ദമോ ആളുകളുടെ ബഹളമോ ഒന്നും അവൻ അറിഞ്ഞില്ല. അവന്റെ ഉള്ളിലെ കൊടുങ്കാറ്റിനേക്കാൾ വലുതായിരുന്നില്ല പുറത്തൊന്നും. ഒടുവിൽ തളർന്ന് വഴിയരികിലെ ഒരു പാർക്ക് ബെഞ്ചിൽ അവൻ തളർന്നിരുന്നു. ഇരുട്ട് വീണു തുടങ്ങിയിരുന്നു. ഇനി എന്ത്? ഈ ചോദ്യത്തിന് അവന്റെ കയ്യിൽ ഉത്തരമില്ലായിരുന്നു. ഒടുവിൽ ഒരു ഭ്രാന്തനെ പോലെ അവൻ ചിന്തിച്ചു, എല്ലാം അവസാനിച്ചു. ഇനി തിരിച്ചു പോവുകയേ വഴിയുള്ളൂ. താൻ വെറുത്തിരുന്ന ശ്വാസം മുട്ടിക്കുന്നു എന്ന് പറഞ്ഞിരുന്ന ആ വീട്ടിലേക്ക്, ലക്ഷ്മിയുടെ അടുത്തേക്ക്. അതല്ലാതെ മറ്റൊരു വാതിൽ അവന് മുന്നിലുണ്ടായിരുന്നില്ല. രാത്രി ഏറെ വൈകി. അവൻ വിറയ്ക്കുന്ന കാലുകളോടെ
സ്വന്തം വീടിന്റെ ഗേറ്റ് തുറന്നു. സാധാരണ ഈ സമയമാകുമ്പോഴേക്കും എല്ലാവരും ഉറങ്ങിയിട്ടുണ്ടാകും. പക്ഷേ അന്ന് ഹാളിലെ വെളിച്ചം അണഞ്ഞിരുന്നില്ല. അവൻ കോളിംഗ് ബെല്ലടിച്ചു. വാതിൽ തുറന്നത് ലക്ഷ്മിയായിരുന്നു. അവളുടെ മുഖത്ത് പരിഭ്രമമോ ദേഷ്യമോ ഇല്ലായിരുന്നു. പകരം എല്ലാം പ്രതീക്ഷിച്ചിരുന്ന ഒരാളുടെ ശാന്തതയായിരുന്നു. വരൂ, അവൾ വഴിമാറി നിന്നു. അവൻ തലകുനിച്ച് അകത്തേക്ക് കടന്നു. ഹാളിലെ സോഫയിൽ അവൾ ഇരുന്നു. അവളുടെ ഇരുപ്പിൽ ഒരു ഗൗരവമുണ്ടായിരുന്നു. ലക്ഷ്മി, എനിക്കൊരു തെറ്റുപറ്റി, മാപ്പാക്കണം. അവന്റെ ശബ്ദം ഒരു തേങ്ങലായി പുറത്തുവന്നു. അവൾ ഒന്നും മിണ്ടിയില്ല. മുന്നിലുള്ള ടീപ്പോയിലേക്ക് ഒരു കടലാസ് കഷണം വെച്ചു. വയനാട്ടിലെ റിസോർട്ടിന്റെ ബില്ല്. പിന്നെ അതിനടുത്തേക്ക് ഒരു ബാങ്ക് സ്റ്റേറ്റ്മെന്റിന്റെ പ്രിന്റൌട്ടും. തെറ്റല്ല ആനന്ദേട്ട, തീരുമാനങ്ങളായിരുന്നു. നിങ്ങൾ ഒറ്റയ്ക്കെടുത്ത തീരുമാനങ്ങൾ. അവളുടെ ശബ്ദം ശാന്തവും എന്നാൽ കത്തിയേക്കാൾ മൂർച്ചയുള്ളതുമായിരുന്നു. കാറിന് എഞ്ചിൻ പണി വന്നതും ബാംഗ്ലൂരിലെ കോൺഫറൻസും എല്ലാം എനിക്കറിയാം. അവന്റെ അവസാനത്തെ പ്രതിരോധവും തകർന്നു. അവൾക്ക് മുന്നിൽ അവനൊന്നുമല്ലാതായി. അവൻ മുട്ടുകുത്തി നിന്ന് അവളുടെ കാൽക്കൽ വീണു. ലക്ഷ്മി, എന്നോട് ക്ഷമിക്ക്. ഞാൻ വഴിതെറ്റിപ്പോയി. അവൾ എന്നെ ചതിക്കുകയായിരുന്നു. അവൻ ഒരു കുട്ടിയെപ്പോലെ പൊട്ടിക്കരഞ്ഞു. തന്റെ പരാജയവും നിസ്സഹായതയും മുഴുവൻ ആ കണ്ണുനീരിലുണ്ടായിരുന്നു. അവൾ അപ്പോഴും ശാന്തയായിരുന്നു. അവന്റെ കണ്ണുനീർ അവളെ അലിയിച്ചില്ല. അവൾ അവന്റെ കുമ്പസാരം മുഴുവൻ കേട്ടിരുന്നു. ഒടുവിൽ അവൻ കരഞ്ഞു തളർന്ന് നിശബ്ദനായപ്പോൾ അവൾ പറഞ്ഞു, നിങ്ങളുടെ കണ്ണുനീർ നിങ്ങൾ ചെയ്ത തെറ്റുകളെ മായ്ച്ചുകളയില്ല. ഇത് ക്ഷമയുടെ വിഷയമല്ല, നിങ്ങളുടെ പ്രവൃത്തികളുടെ ഫലമാണിത്. അവൾ എഴുന്നേറ്റു. നീ പഴയ ലക്ഷ്മിയല്ല. നമ്മുടെ ജീവിതം ഇനി ഒരിക്കലും പഴയതുപോലെയാവില്ല. മക്കളെ ഓർത്തു മാത്രം നിങ്ങൾക്ക് തൽക്കാലം ഈ വീട്ടിൽ താമസിക്കാം. അവൾ ഒരു നിമിഷം നിർത്തി. പിന്നെ അവന്റെ മുഖത്ത് നോക്കാതെ പറഞ്ഞു, പക്ഷേ ഒരു അപരിചിതനെപ്പോലെ ഈ ഹാളിലെ സോഫയിൽ നിങ്ങൾക്കിന്ന് കിടക്കാം. അത്രയും പറഞ്ഞ് അവൾ കിടപ്പുമുറിയിലേക്ക് പോയി വാതിലടച്ചു. അവൻ ആ തണുത്ത തറയിലിരുന്ന് അടഞ്ഞ വാതിലിലേക്ക് നോക്കി. ആ വീടിന്റെ അധികാരിയും ഉടമസ്ഥനുമായിരുന്ന താൻ ഇന്ന് അതേ വീട്ടിൽ ഒരു അഭയാർത്ഥിയായിരിക്കുന്നു. സ്നേഹബന്ധങ്ങൾ ചില്ലുപാത്രം പോലെയാണ്, വീണുടഞ്ഞാൽ പിന്നെ ഒട്ടിച്ചുവെക്കാനാവില്ലെന്ന് അവൻ വേദയോടെ തിരിച്ചറിഞ്ഞു. യുദ്ധം കഴിഞ്ഞിരുന്നു, പക്ഷെ സമാധാന ചർച്ചകൾ തുടങ്ങിയിട്ടേയുണ്ടായിരുന്നുള്ളൂ. അത് നീണ്ടതും വേദനാജനകവുമാകുമെന്ന് ആ രാത്രിയുടെ നിശബ്ദത അവനോട് പറയുന്നുണ്ടായിരുന്നു. അടുത്ത പ്രഭാതം ആ വീട്ടിൽ ഒരു പുതിയ യുഗത്തിന്റെ തുടക്കമായിരുന്നു. ആനന്ദ് സോഫയിൽ ചുരുണ്ടുകൂടി കിടന്നുറങ്ങുകയായിരുന്നു. ലക്ഷ്മി രാവിലെ എഴുന്നേറ്റ് അവനെ ശ്രദ്ധിക്കാതെ തന്റെ ജോലികളിൽ മുഴുകി. അവൾ അടുക്കളയിൽ ബേക്കിങ്ങിന്റെ തിരക്കിലായി. മനുവും അഞ്ജലിയും എഴുന്നേറ്റപ്പോൾ സോഫയിൽ കിടക്കുന്ന അച്ഛനെ കണ്ട് അത്ഭുതപ്പെട്ടു. അമ്മേ, അച്ഛനെന്താ ഇവിടെ കിടക്കുന്നത്? മനു ചോദിച്ചു. അച്ഛന് കുറച്ച് സുഖമില്ല. നിങ്ങൾ ശല്യം ചെയ്യണ്ട, അവൾ ഗൗരവം വിടാതെ പറഞ്ഞു. ആനന്ദ് എഴുന്നേറ്റപ്പോൾ എന്തു ചെയ്യണമെന്നറിയാതെ നിന്നു. ആ വീട് അവനൊരു അപരിചിത ഇടം പോലെ തോന്നി. അവൻ കുളിമുറിയിൽ പോയി കുളിച്ച് വസ്ത്രം മാറി. ലക്ഷ്മി അവനൊരു കപ്പ് ചായ കൊണ്ടുവന്നു വെച്ചു, ഒന്നും മിണ്ടാതെ. അവൻ ഓഫീസിൽ പോകാൻ തയ്യാറായി. പോകുന്നതിനു മുൻപ് അവൻ അവളുടെ അരികിലെത്തി. ലക്ഷ്മി, ഒന്നും പറയണ്ട, ഓഫീസിൽ പോകൂ, അവൾ അവനെ തടഞ്ഞു. ഓഫീസിലെ ഓരോ നിമിഷവും അവനൊരു പരീക്ഷണമായിരുന്നു. രാജീവ് മേനോന്റെ തണുപ്പൻ നോട്ടം, സഹപ്രവർത്തകരുടെ അടക്കം പറച്ചിലുകൾ, പ്രോജക്റ്റിലെ പിന്നോട്ടു പോക്ക് എല്ലാം അവനെ വേട്ടയാടി. റിയയെ ഓഫീസിൽ വെച്ച് കാണുന്നത് അവൻ പൂർണ്ണമായും ഒഴിവാക്കി. അവൾ അവനെയും അവഗണിച്ചു. അവരുടെ ലോകങ്ങൾ എന്നേക്കുമായി വേർപിരിഞ്ഞിരുന്നു. ദിവസങ്ങൾ കടന്നുപോയി. ആനന്ദിന്റെ ജീവിതം ഒരു തടവറ പോലെയായി. ഓഫീസിലെ സമ്മർദ്ദം, വീട്ടിലെ അവഗണന. അവൻ രാത്രികളിൽ സോഫയിൽ കിടന്നു. ലക്ഷ്മി മുറിയിൽ വാതിലടച്ചുറങ്ങി. മക്കൾ അവനോട് അത്യാവശ്യത്തിന് മാത്രം സംസാരിച്ചു. അഞ്ജലിയുടെ കണ്ണുകളിൽ അവനൊരു കുറ്റവാളിയായിരുന്നു. അവൻ പതിയെ പ്രായശ്ചിത്തം ചെയ്യാൻ തുടങ്ങി. വീട്ടുജോലികളിൽ അവൻ ലക്ഷ്മിയെ സഹായിക്കാൻ ശ്രമിച്ചു. പാത്രങ്ങൾ കഴുകി, മുറ്റം വൃത്തിയാക്കി. അവൾ എതിർപ്പൊന്നും പറഞ്ഞില്ല. പക്ഷേ അവന്റെ പ്രവൃത്തികൾ അവളെ സ്പർശിക്കുന്നുണ്ടോ എന്ന് അവൻ അറിയില്ലായിരുന്നു. ഒരു ദിവസം ലക്ഷ്മി കേക്ക് ഡെലിവറിക്ക് പോകാൻ ബുദ്ധിമുട്ടുന്നത് കണ്ട് അവൻ ചോദിച്ചു, ഞാൻ കൊണ്ടുപോയി കൊടുക്കട്ടെ? അവൾ ഒരു നിമിഷം അവനെ നോക്കി. പിന്നെ വേണ്ട,
ഞാൻ പൊയ്ക്കോളാം എന്ന് പറഞ്ഞ് സ്കൂട്ടർ എടുത്തുപോയി. അവന്റെ സഹായം സ്വീകരിക്കാൻ അവൾ തയ്യാറായിരുന്നില്ല. ഓരോ നിരാകരണവും അവന്റെ നെഞ്ചിൽ ഒരു ആണി പോലെ തറച്ചു. അവൻ തന്റെ കടങ്ങൾ വീട്ടാൻ തുടങ്ങി. ക്രെഡിറ്റ് കാർഡ് ബില്ലുകൾ അടച്ചു, ലോൺ ക്ലോസ് ചെയ്യാൻ ശ്രമിച്ചു. ആഡംബരങ്ങൾ ഒഴിവാക്കി, ചിലവുകൾ ചുരുക്കി. അവൻ പഴയ ആനന്ദിൽ നിന്ന് ഒരുപാട് മാറിയിരുന്നു. ലക്ഷ്മിയുടെ ലോകം വളരുകയായിരുന്നു. അവളുടെ ലക്ഷ്മീസ് ഹോംലി ബേക്സ് നഗരത്തിൽ പതിയെ പതിയെ പ്രശസ്തമായി. അവൾ ഒരു ചെറിയ കടമുറി വാടകയ്ക്കെടുത്ത് തന്റെ ബിസിനസ് അങ്ങോട്ട് മാറ്റി. സുധയെ മാനേജരായി നിയമിച്ചു. കടയുടെ ഉദ്ഘാടനത്തിന് അവൾ ആനന്ദിനെ ക്ഷണിച്ചില്ല. അവൻ ആ കടയുടെ മുന്നിലൂടെ കാറോടിച്ചു പോകുമ്പോൾ ബോർഡിൽ തിളങ്ങുന്ന അവളുടെ പേര് കണ്ടു. ലക്ഷ്മീസ് ഹോംലി ബേക്സ്. അവന്റെ കണ്ണുകൾ നിറഞ്ഞു. താൻ വില കുറച്ചു കണ്ട, അടുക്കളയിൽ ഒതുങ്ങേണ്ടവളെന്ന് കരുതിയ ആ സ്ത്രീ ഇന്ന് സ്വന്തം കാലിൽ നിൽക്കുന്ന ഒരു സംരംഭകയായിരിക്കുന്നു. ആ നിമിഷം അവളോടുള്ള ബഹുമാനം അവന്റെ ഹൃദയത്തിൽ നിറഞ്ഞു. അവന്റെ മാറ്റങ്ങൾ മക്കൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. മനു പതിയെ അവനോട് പഴയതുപോലെ സംസാരിക്കാൻ തുടങ്ങി. അഞ്ജലിയുടെ ദേഷ്യം കുറഞ്ഞു വന്നു. ഒരു രാത്രി സോഫയിലിരുന്ന് ലാപ്ടോപ്പിൽ ജോലി ചെയ്യുകയായിരുന്ന അവന്റെ അടുത്തേക്ക് അഞ്ജലി വന്നു. അച്ഛാ, എന്താ മോളെ? അമ്മ ഒരുപാട് അനുഭവിച്ചു. ഇനിയും അമ്മയെ വിഷമിപ്പിക്കരുത്. അവൻ തലകുനിച്ച് സമ്മതിച്ചു. ഇല്ല മോളെ, ഇനിയൊരിക്കലും. അതൊരു തുടക്കമായിരുന്നു. മകളുമായുള്ള ബന്ധം പതിയെ നേരെയായി 6 മാസങ്ങൾ കടന്നുപോയി. ആനന്ദ് ഇപ്പോൾ ആ വീട്ടിലെ ഒരു സ്ഥിരം താമസക്കാരനായിരുന്നു. പക്ഷെ ഇപ്പോഴും ഹാളിലെ സോഫയിൽ തന്നെയായിരുന്നു അവന്റെ ഉറക്കം. അവൻ ഓഫീസിൽ കൂടുതൽ ശ്രദ്ധിച്ചു. നഷ്ടപ്പെട്ട വിശ്വാസം തിരിച്ചുപിടിച്ചു. അവന്റെ പ്രവൃത്തികളിൽ ഒരു പക്വത വന്നിരുന്നു. ഒരു ദിവസം രാത്രി ലക്ഷ്മി കടയടച്ച് ക്ഷീണിച്ച് വീട്ടിലെത്തി. അവൾക്കായി ആനന്ദ് അത്താഴം തയ്യാറാക്കി വെച്ചിരുന്നു. അവൾ അത്ഭുതത്തോടെ അവനെ നോക്കി. ഇതൊക്കെ എന്തിനാ? നീ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. ഞാനൊരു സഹായം. അവൻ വാക്കുകൾ പൂർത്തിയാക്കിയില്ല. അവൾ ഒന്നും മിണ്ടാതെ കഴിക്കാനിരുന്നു. വർഷങ്ങൾക്ക് ശേഷം അവർ ഒരുമിച്ച് ആ തീന്മേശയിലിരുന്നു. നിശബ്ദതയായിരുന്നു. പക്ഷേ അതൊരു ശ്വാസം മുട്ടിക്കുന്ന നിശബ്ദതയായിരുന്നില്ല. അന്ന് രാത്രി അവൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ മുറിയുടെ വാതിലിൽ ഒരു മുട്ട് കേട്ടു. അവൾ വാതിൽ തുറന്നു. ആനന്ദായിരുന്നു. ലക്ഷ്മി, എനിക്കറിയാം ഞാൻ ചെയ്ത തെറ്റുകൾക്ക് മാപ്പില്ലെന്നു. പക്ഷേ എനിക്ക് പഴയ ജീവിതം തിരികെ വേണം. നിന്റെ ഭർത്താവായി, ഈ മക്കളുടെ അച്ഛനായി ഈ വീട്ടിൽ ജീവിക്കണം. ഒരു അവസരം കൂടി തരാമോ? അവന്റെ കണ്ണുകളിൽ യാചനയായിരുന്നു. അവൾ അവനെ കുറേ നേരം നോക്കി നിന്നു. ആ കണ്ണുകളിലെ ആത്മാർത്ഥത അവൾ തിരിച്ചറിഞ്ഞു. അവൾ പൂർണ്ണമായും വഴിമാറി നിന്നു. മുറിയിലേക്ക് കടക്കാനുള്ള നിശബ്ദമായ ഒരനുവാദം. അവൻ അകത്തേക്ക് കടന്നു. അതൊരു മാന്ത്രികമായ പുനഃസമാഗമമായിരുന്നില്ല. നഷ്ടപ്പെട്ട വിശ്വാസം ഒറ്റ രാത്രി കൊണ്ട് തിരികെ വരില്ല. പക്ഷേ അതൊരു തുടക്കമായിരുന്നു. മുറിവേറ്റ 2 ഹൃദയങ്ങൾ പരസ്പരം സുഖപ്പെടുത്താൻ ശ്രമിക്കുന്നതിൻ്റെ തുടക്കം. അവർക്കിടയിൽ ഇനിയും മൗനത്തിൻ്റെ മതിലുകളുണ്ടായിരുന്നു. പക്ഷേ ആ മതിലുകൾക്കിടയിലൂടെ അവർ പരസ്പരം കേൾക്കാൻ പഠിച്ചു. യഥാർത്ഥ സ്നേഹം സ്വാതന്ത്ര്യത്തെ ഹനിക്കുകയല്ല, മറിച്ച് പരസ്പരം വളരാനുള്ള ഇടം നൽകുകയാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. അവരുടെ ജീവിതം പഴയതുപോലെയായില്ല. കാരണം അവർ 2 പേരും മാറിയിരുന്നു. കൂടുതൽ കരുത്തരും കൂടുതൽ പക്വതയുള്ളവരുമായി. ഒരു കൊടുങ്കാറ്റിനു ശേഷം തെളിഞ്ഞ ആകാശം പോലെ അവരുടെ ജീവിതത്തിൽ പുതിയൊരു പ്രഭാതം പിറക്കുകയായിരുന്നു. ആ പ്രഭാതത്തിൽ അവർ ഒരുമിച്ച് നടന്നു, കൈകോർത്ത് പിടിക്കാതെ, പക്ഷേ തോളോട് തോൾ ചേർന്ന്, ഒരു പുതിയ ഭാവിക്കു വേണ്ടി.